Meet the editors. പ്രതിപക്ഷത്തിൽ പിളർപ്പോ എന്നാണ് ചോദ്യം. സ്മൃതിയിൽ നിന്ന് തുടങ്ങാം. സ്മൃതി, ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് CPIയും തങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ നിയമസഭയിൽ നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സർക്കാരിനെതിരെ CPIനും CPIക്കും ഒരേ ശബ്ദമാണ്. കാര്യമായി വിയോജിച്ചിട്ടില്ല. സമരമുഖത്തും വിയോജിപ്പ് നമ്മൾ കണ്ടിട്ടില്ല. ഇന്നിപ്പോൾ വേണ്ടി വന്നാൽ ഒറ്റയ്ക്ക് നീങ്ങാം എന്ന തീരുമാനത്തിലേക്ക് CPI എത്തുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പിളർപ്പിലേക്കാണോ പ്രതിപക്ഷം? നിങ്ങൾ കാരണം നമ്മൾ തോറ്റു, ഇതാണ് CPI പറയുന്നത്. പരാജയ കാരണം CPM ആണ്. പരാജയ കാരണം CPMന്റെ നിലപാടുകളാണ്. സർക്കാർ എന്ന രീതിയിൽ CPM ഏകപക്ഷീയമായി, അക്കാലത്തിന് നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്, LDF യോഗം ചേരുന്നില്ല, ഏകപക്ഷീയമായി CPM തീരുമാനങ്ങൾ എടുക്കുന്നു. അത്തരം ഭിന്നത അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് CPMനുള്ള തർക്കം അല്ലെങ്കിൽ ഭിന്നത എന്നുള്ളൊരു പുതിയ കാര്യമല്ല. പക്ഷേ അത് അവിടെ നിന്നും കടന്ന് കൊണ്ട് പ്രതിപക്ഷ ഉപനേതാവ് പദവി എന്നതിലേക്ക് എത്തുന്നതിൻ്റെ കാരണം ഇപ്പോൾ എത്ര അംഗങ്ങൾ സഭയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിനാകെ 36 അംഗങ്ങൾ, അതിൽ 26 CPMൻ്റേത്, 8 അംഗങ്ങൾ CPIയുടേത്. CPIയെ സംബന്ധിച്ച് അവർ പറയുന്നത് അവരുടെ മന്ത്രിമാരിൽ 4 പേർ മത്സരിച്ചതിൽ 3 പേരും വിജയിച്ചല്ലോ എന്നുള്ളതാണ്. CPMന് അങ്ങനെയൊന്നും അവകാശപ്പെടാനില്ലല്ലോ എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ എണ്ണക്രമത്തിൽ നോക്കുമ്പോൾ CPM ആണ് മുകളിലെങ്കിലും ഈ വലിയ പരാജയത്തിന് ഉത്തരവാദി CPM ആണ് എന്ന് CPI കരുതുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് അന്ന് CPI ഉന്നയിച്ചതുകൊണ്ട്, CPI അത് ശക്തമായ നിലപാടെടുത്തതുകൊണ്ട് ഇന്ന് ഇപ്പോൾ ഭരണപക്ഷത്തിനെതിരെ അത് ഉന്നയിക്കാൻ സാധിക്കുന്നു എന്ന് കൂടി CPI വാദിക്കുകയാണ്. ഇനി പറഞ്ഞ ഈ പ്രതിപക്ഷ ഉപനേതാവ് പദവി, ആ പദവി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന ചോദ്യം വരുമ്പോൾ അത് പ്രത്യേകിച്ച് ഒരു അധികാരമുള്ള പദവിയല്ല. അത് യഥാർത്ഥത്തിൽ ഒരു ഓഫീസ് മുറി കിട്ടുന്നു. അത് G. കാർത്തികേയൻ സ്പീക്കറായ ഘട്ടത്തിലാണ് അങ്ങനെ ഒരു ഓഫീസ് മുറി കൊടുക്കാൻ തീരുമാനമായത്. അല്ലാതെ ആ ഒരു ഓഫീസിന് പ്രത്യേകമായി എന്തെങ്കിലും പദവികൾ ഉണ്ട് എന്ന് കരുതാനാകില്ല. അത് ഔദ്യോഗികമായൊരു പദവിയുമല്ല, അത് പിന്നീട് വന്ന ഒരു തീരുമാനമാണല്ലോ. ഇങ്ങനെ ഒരു പ്രതിപക്ഷ ഉപനേതാവ് എന്നത് ഒരു സൗകര്യത്തിന് വേണ്ടി, അത് VSന്റെ കാലത്തായിരുന്നു. അന്ന് കോടിയേരിക്ക് ആ പദവി കൊടുത്തു. അപ്പോൾ VSന്റെ അഭാവത്തിൽ നന്നായി പ്രവർത്തിക്കാൻ, നന്നായി സംസാരിക്കാൻ ഒരു ഉപനേതാവ് എന്ന രൂപത്തിലാണ് അത് നൽകിയത്. പിന്നീട് വന്ന സർക്കാർ, UDFന്റെ സർക്കാർ വന്ന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടിക്കും ആ പദവി കൊടുത്തു. അങ്ങനെ ഒരു ഓഫീസ് മുറി ഉണ്ടായി എന്നുള്ളതാണ്. അതല്ലാതെ ഔദ്യോഗികമായി ആ സ്ഥാനത്തിന് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, ഒരു അധികാരവുമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ CPMനെ വെച്ച് നോക്കൂ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി അവിടെ പിണറായി വിജയൻ സംസാരിക്കുന്നു. പിണറായി വിജയൻ സംസാരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ, അല്ലെങ്കിൽ പിണറായി വിജയൻ അത്രത്തോളം നന്നായി പെർഫോം ചെയ്യാത്ത വിഷയങ്ങളിൽ പ്രതികരിക്കാനായി അവിടെ ബാലഗോപാൽ ഉണ്ട്. ബാലഗോപാൽ ഇപ്പോൾ തന്നെ ഒരു ഉപനേതാവ് എന്ന രീതിയിൽ റോൾ എടുക്കുകയും പ്രതികരിക്കുകയും, എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കാത്തതെന്ന് ചില ഘട്ടങ്ങളിൽ എടുത്തു ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റോൾ അവിടെ ഇതിനകം തന്നെ ബാലഗോപാൽ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ സ്ഥാനം CPIക്ക് വേണമെന്ന് CPI ആവശ്യപ്പെടുമ്പോൾ അതിന് ആളെയും അവർ കണ്ടെത്തുന്നുണ്ട്. അത് K. രാജൻ, മുൻ മന്ത്രി രാജനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാജൻ അവിടെ പെർഫോം ചെയ്യുകയും, നമ്മൾ ഈ ആലോചനകളിലേക്ക് പോകുമ്പോൾ CPM അത് ആലോചിക്കുന്നു, രാജൻ പെർഫോം ചെയ്യുന്നതിലേക്ക് പോവുകയും അപ്പുറത്തെ പിണറായി വിജയൻ കാര്യമായി സംസാരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ മേൽക്കൈ CPIക്ക് കിട്ടും. അങ്ങനെ ഒരു കാര്യം CPM ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇതിലൊരു സമ്മർദ്ദത്തിൻ്റെ സ്വഭാവമുണ്ട്. ഇതൊരു ഉഭയകക്ഷി ചർച്ച, അകത്തുള്ള ചർച്ച എന്ന രൂപത്തിലല്ല വന്നിട്ടുള്ളത്. CPI ഈ ആവശ്യം ഈ ഉഭയകക്ഷി ചർച്ചയ്ക്ക് മുൻപ് തന്നെ പുറത്ത് പ്രതികരിക്കുകയാണ്. ബിനോയ് വിശ്വം പലതവണയായി മാധ്യമങ്ങളോട് പ്രതികരിച്ചു, CPIയുടെ പരിപാടിയിൽ പറയുന്നു. അപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് പദവി ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിൽ നേരത്തെ നടന്നു വന്നിരുന്ന രൂപത്തിലല്ല കാണേണ്ടത്, കാര്യങ്ങളിൽ മാറ്റം വേണ്ടതുണ്ട് എന്ന് പറയാൻ, കീഴ്വഴക്കം എന്നതല്ല, ഒരു മാറ്റമാണ് ആവശ്യമെന്ന് പറയുമ്പോൾ ആ മാറ്റം എന്നതിൽ പല അർത്ഥങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ CPIക്ക് കൂടി റോളുണ്ട്. CPIക്ക് ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുന്ന ഒരു വാദം അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസം TP രാമകൃഷ്ണൻ ആണ് ഈ ഉഭയകക്ഷി ചർച്ചകൾക്ക് അങ്ങോട്ടേക്ക് CPI ഓഫീസിലേക്ക് ചെന്നത്. ആ ചർച്ചകൾക്ക് ശേഷം TP രാമകൃഷ്ണൻ നടത്തിയ പ്രതികരണവും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നതാണ്. അതിൽ ഈ കാര്യങ്ങളൊന്നും പുറത്തു പറയുന്ന രീതിയില്ലല്ലോ എന്ന് അദ്ദേഹം പറയുമ്പോൾ നേരത്തെ പുറത്തു പറഞ്ഞ ബിനോയ് വിശ്വത്തോടുള്ള എതിർപ്പ് കൂടിയാണ് അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ LDFനെ സംബന്ധിച്ച വലിയ പ്രതിസന്ധി അവിടെയുണ്ട്.
LDF യോഗം ചേരാൻ പറ്റിയിട്ടില്ല. LDF യോഗം ചേരാത്തതിന് പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന CPIയുടെ ഒരു CPI ഈ വിഷയത്തിൽ വലിയ രീതിയിൽ വാശി പിടിച്ചു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് NCPയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇന്നിപ്പോൾ NCPയുമായി ബന്ധപ്പെട്ട വേറൊരു കൗതുകം കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. NCP യിലെ ഒരു ഘടകം BJPയിലേക്ക് പോകുന്നു, NCP പിളർപ്പിലേക്ക് എന്ന വാർത്ത വന്നിരിക്കുന്നത് CPMന്റെ കണ്ണൂരിലെ ഒഫീഷ്യൽ പേജിലാണ്. CPM കണ്ണൂർ ഘടകത്തിൻ്റെ ഒഫീഷ്യൽ പേജിൽ ആ വാർത്ത വന്നിരിക്കുകയാണ്. അത് അവർക്കൊരു അബദ്ധമായി എന്ന് പറയുന്നുണ്ടെങ്കിലും അത് അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശശീന്ദ്രനും ചാക്കോയും രണ്ടായിരിക്കുന്നു എന്നൊരു സാഹചര്യം അവിടെ നിൽക്കുന്നപ്പോൾ മുന്നണിയിലെ ഒരു പാർട്ടി ഇപ്പോൾ രണ്ടായി മാറിയിരിക്കുന്ന ഒരു പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് CPI അനാവശ്യമായ വാശി കാണിക്കുന്നതെന്ന് RJD പ്രതികരിക്കുന്നുണ്ട്. RJDയുടെ പരസ്യ പ്രതികരണം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊരു വാശി പിടിക്കുന്നത്, ഇങ്ങനെയൊരു പോസ്റ്റിൻ്റെ ആവശ്യം എന്താണ് എന്നുകൂടി RJD ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് പറയുന്നുണ്ട്. ഇതൊരു ഭരണഘടനാ പദവിയല്ല, ലെജിസ്ലേറ്റീവ് പ്രിവിലേജുകളില്ല, പിന്നെ എന്തിനാണ് അതിൽ വാശി പിടിക്കുന്നത്? ഇപ്പോൾ ഇതാ നിയമസഭാ കക്ഷിയോഗം ആദ്യ സമ്മേളനം കഴിഞ്ഞിട്ട് ഇതുവരെ ചേർന്നിട്ടില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. LDF യോഗം ചേർന്നിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നു. ജനങ്ങളുടെ പ്രശ്നം ഒരുമിച്ച് ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ എന്താണ് CPI പറയുന്നത്? ജനങ്ങളുടെ പ്രശ്നം ഞങ്ങളുടേതായ രീതിക്ക് ഏറ്റെടുക്കും, ഞങ്ങൾ ഒറ്റയ്ക്ക് സമരം നടത്താൻ പോകുന്നു. ഇത് PM ശ്രീയിലായാലും ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിൽ CPM അത് ഉന്നയിച്ചു തുടങ്ങി. ഇപ്പോൾ അത് ഷൂ എന്നപോലെ ബലൂൺ കാറ്റ് അഴിച്ചുവിട്ട പോലെ ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഈ ഓഹരി കൈമാറ്റത്തിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് അവസാനം പറയുന്നതിലേക്ക് CPM എത്തുമ്പോൾ അങ്ങനെയല്ല, ഞങ്ങൾക്കതിൽ എതിർപ്പുണ്ട്, ഞങ്ങളത് വേറെ തന്നെ വിഷയമാക്കി സമരത്തിലേക്ക് നീങ്ങാൻ പോകുന്നവർ. നോക്കൂ, സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ CPM പറയുന്നതിനെ വേണമെങ്കിൽ എതിർക്കാനും CPI തയ്യാറാകും എന്നുകൂടിയാണെന്ന് ഇന്നത്തെ വാർത്തകൾ വന്നിരിക്കുന്നത്. അതായത് CPM പറയുന്നതിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷം രണ്ടായിക്കൊണ്ട് സഭയിൽ പ്രവർത്തിക്കുമോ? ഒന്നാമത് ഈ തരത്തിൽ ദുർബലപ്പെട്ട പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിൽ തന്നെ രണ്ട് സ്വരമായി സഭയിലെത്തുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കാൻ അല്ലെങ്കിൽ സമരത്തിലേക്ക് നീങ്ങാനൊക്കെ പ്രതിപക്ഷത്തിന് ഒറ്റക്കെട്ടായി സാധിക്കുമോ എന്നുള്ള ചോദ്യം അവിടെ ഉയർത്തുകയാണ്. ഇത് അങ്ങനെയല്ലാത്ത രീതിയിൽ മാറണമെങ്കിൽ CPIയോട് CPM വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. CPM പക്ഷേ ഇപ്പോൾ തൽക്കാലം വിട്ടുവീഴ്ചയ്ക്ക് പോകേണ്ടതില്ല എന്ന നിലപാടെടുക്കുകയാണ്. പ്രത്യേകിച്ച് പിണറായി വിജയനും അതിൽ ഒരു കടുത്ത നിലപാടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല. അങ്ങനെ ഒരു വിട്ടുവീഴ്ചയിലേക്ക് പോയാൽ കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് പോകേണ്ടി വരും. CPIക്ക് കീഴടങ്ങുന്ന ഒരു രൂപത്തിലേക്ക് അത് പോകാൻ പറ്റില്ല എന്ന രൂപത്തിലാണ് CPM എടുത്തുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഒരു പൊളിറ്റിക്കൽ പ്രശ്നമായി കൂടിയാണ് അതിനെ CPM കാണുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇതിനു മുമ്പ് കടുത്ത പ്രതികരണം നമ്മൾ കണ്ടിട്ടുള്ളത് ഈ തോമസ് ചാണ്ടിയുടെ രാജിക്കാര്യത്തിലാണ്. തോമസ് ചാണ്ടിയുടെ രാജിയിലേക്ക് നയിച്ചത് അന്ന് കാനം CPIയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ വലിയ പ്രതിഷേധമുയർത്തുകയും ക്യാബിനറ്റ് യോഗത്തിൽ നിന്നും CPI മന്ത്രിമാർ വിട്ടുനിൽക്കുന്ന രീതിയിലേക്ക് ആ പ്രതിഷേധം വളരുകയും ചെയ്തു. അതിനുശേഷം പിണറായി വിജയൻ പുറത്തേക്കിറങ്ങി ഇങ്ങനെ ക്യാബിനറ്റിൽ നിന്ന് മന്ത്രിമാർ മാറി നിൽക്കുന്ന കീഴ്വഴക്കം ശരിയല്ല എന്ന് പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ പരസ്യമായ ഒരു പോരിലേക്ക് ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ വന്ന ഘട്ടം അത് കാനം CPI സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ്. അത് ഒറ്റലോടി എന്ത് സംഭവിച്ചു? തോമസ് ചാണ്ടിയുടെ രാജിയിലേക്ക് നീങ്ങി എന്നുള്ളതാണ്. അത് അവിടെ CPIയുടെ വാശിയിലേക്ക്, അല്ലെങ്കിൽ അന്ന് മാധ്യമങ്ങളടക്കം ആ വിഷയം ശക്തമായി ഉന്നയിച്ചിരുന്നു. പക്ഷേ CPI അത് മുന്നണിയിൽ നിന്ന് തന്നെ എതിർ സ്വരം വന്നപ്പോൾ ആ രാജിയിലേക്ക് പോകേണ്ടി വന്നു. ഇതിനു മുമ്പ് നമ്മൾ അത് കണ്ടത് വെളിയത്തിൻ്റെ കാലത്തും ഇരു പാർട്ടികളും തമ്മിലുള്ള തർക്കം അവിടെ നിന്നുണ്ടായിരുന്നു. CK ചന്ദ്രപ്പൻ്റെ കാലത്ത് ഈ പാർട്ടി സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് കൊല്ലം സമ്മേളനം, തിരുവനന്തപുരം സമ്മേളനവും CPMൻ്റെയും CPIയുടെയും ഒരേ സമയത്ത് നടത്തുകയാണ്. അപ്പോൾ CPI പോയിട്ട് ആവശ്യപ്പെടുന്നു, ഇങ്ങനെ ഒരേ സമയത്ത് നടത്തരുത്, ഈ സമ്മേളനം ഒന്ന് മാറ്റിവെക്കണം. അപ്പോൾ CPM പറഞ്ഞു, നിങ്ങളുടെ സമ്മേളനം നിങ്ങൾ നടത്തിക്കോളൂ, ഞങ്ങളുടെ സമയത്ത് തന്നെ നടത്തുമെന്ന് പറയുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? വാർത്താ സമ്മേളനം CK ചന്ദ്രപ്പൻ പറയുകയാണ്, ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന സമ്മേളനം ഞങ്ങളുടെ സമയത്ത് തന്നെ നടക്കുന്നുണ്ട്, ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന സമ്മേളനം ഈ സമയത്തുണ്ട് എന്നൊരു വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ്. അന്ന് സ്വാഭാവികമായി മാധ്യമങ്ങൾ പിന്നീട് മുഴുവൻ CPIയുടെ സമ്മേളനത്തിൽ ശ്രദ്ധ തിരിക്കുന്നു. CPI സമ്മേളനം വലിയ വാർത്തയാകുന്നു, അവരുടെ പ്രതികരണങ്ങൾ വാർത്തയാകുന്നു. ഇത് നമ്മൾ മുന്നിൽ കണ്ടിട്ടുണ്ട്. പിന്നെ കാലത്തിൻ്റെ കാലത്ത് മാവോയിസ്റ്റ് വെടിവെപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയിരുന്ന ശക്തമായ പ്രതിഷേധ സ്വരം മുന്നണിക്കകത്ത് നിന്ന് തന്നെ CPI ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിരുന്നു. PM ശ്രീ അടക്കമുള്ള വിഷയങ്ങളിലും ഒരു നിലപാടും ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിരുന്നു. പക്ഷേ ഇതിപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം എന്നത് സംബന്ധിച്ച് ഇതൊരു പ്രത്യേക അധികാരങ്ങളുള്ള പദവി അല്ലാതിരിക്കെ എന്തുകൊണ്ടാണ് അതിൽ ബലം പിടിക്കുന്നത് എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഏതായാലും പ്രതിപക്ഷം പിളർപ്പിലേക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ സാങ്കേതികമായി പൂർണ്ണമായും പിളർന്ന് രണ്ടായി നിൽക്കുന്നു എന്ന രൂപത്തിലല്ല, പക്ഷേ അവരുടെ പ്രവർത്തനം സഭ തുടങ്ങുന്ന ഘട്ടത്തിൽ ആ രൂപത്തിലേക്ക് പോകുമെന്നുള്ള സൂചനയാണ് CPI നൽകുന്നത്. അതൊരു സമ്മർദ്ദ തന്ത്രമാണ്. ആ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട എന്ന് CPM തീരുമാനിക്കുമ്പോൾ പിന്നെ എന്ത് സംഭവിക്കും? രണ്ട് തരം സമരങ്ങൾ, രണ്ട് തരം പ്രതികരണങ്ങൾ എന്ന രൂപത്തിലേക്കൊക്കെ പോകുമോ എന്നുള്ളൊരു കൗതുകം കൂടി ബാക്കിയും.
വെൽക്കം ബാക്ക്. പ്രതിപക്ഷം പിളർപ്പിലേക്കാണോ CP പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ തട്ടി എന്നുള്ളതാണ് ചോദ്യം. മധു, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്ന് ഒരു മീറ്റിംഗ് കൂടി, അതിനുശേഷം LDF യോഗം നടന്നിട്ടേ ഇല്ല എന്നുള്ളതാണ്. ആ LDF യോഗം നടക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നതും ഈ പ്രതിപക്ഷ ഉപനേതാവ് പദവി വിഷയം അവിടെ ഉന്നയിക്കപ്പെടും എന്നുള്ളതാണ്. CPM ഭയക്കുന്നതും CP ആഗ്രഹിക്കുന്നതും മറ്റ് ഘടകകക്ഷികളിൽ അനാവശ്യ ചർച്ചയാണെന്ന് പറയുന്നതും. ഇപ്പോൾ ഇത് മറ്റ് ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രതിപക്ഷത്തിൽ പിളർപ്പാണോ? പ്രതിപക്ഷത്തിൽ പിളർപ്പ് എന്നതിനപ്പുറത്ത് രണ്ട് വഴിക്കാണ് എന്ന്, രണ്ട് വഴിക്കാണെന്ന് മാത്രമല്ല, രണ്ട് വഴിക്ക് പോയാലും കുഴപ്പമില്ല എന്ന നിലപാട് രണ്ടു കൂട്ടരും സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലൊരു തീരുമാനം ഉണ്ടായതിന് ശേഷം മതി ഇനി മുന്നോട്ടാണോ പിന്നോട്ടാണോ ഒരുമിച്ചാണോ ഒറ്റയ്ക്കാണോ എന്നുള്ളൊരു നിലപാടിലേക്ക് CPI എത്തിയിരിക്കുന്നു. CPI ആ നിലപാടിലേക്ക് തന്നെയാണ് എത്തുക എന്നത് അവർ കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിക്കിടെ ബിനോയ് വിശ്വം സംസാരിക്കുന്നതിനിടയിൽ വ്യക്തമാക്കുകയാണ്. ആ സമയത്ത് അത് അവിടെ പറയേണ്ടുന്ന യാതൊരു കാര്യവുമില്ല. പക്ഷേ അത് പറയുന്നത് ഒരു തുറന്ന പ്രഖ്യാപനമാണ്. ഇതാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാട്. പ്രതിപക്ഷ ഉപനേതൃ പദവി ഇല്ലാതെ CPI ഒരു സമവായത്തിന് ഇല്ല എന്ന് തുറന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കി പറയുകയാണ്. ഇത് കൃത്യമായി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ PM ശ്രീയുമായി ബന്ധപ്പെട്ടും CPI എടുത്ത ഒരു സ്ട്രാറ്റജി ഇങ്ങനെ തന്നെയായിരുന്നു. നിലപാട് ആദ്യം തന്നെ തുറന്നു പറയുക, അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പാർട്ടിയല്ല CPI, ഞങ്ങൾക്കിനി പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു നിലപാട് എടുക്കുക, അതിനുവേണ്ടി ഉറച്ചു നിൽക്കുക. അത് വീണ്ടും ഈ പ്രതിപക്ഷ ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ടും CPI ആവർത്തിക്കുന്നത് നമ്മൾ കാണുകയാണ്. അത് പുറത്തു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ചർച്ചയിലുള്ളൊരു വിഷയം പുറത്തു പറഞ്ഞതിൽ CPM-ന് വലിയ പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ചർച്ചയ്ക്കില്ല എന്നും ഇനി എന്തായാലും പ്രതിപക്ഷ നേതൃപദവി CPI-ക്ക് കൊടുക്കുന്ന പ്രശ്നമില്ല എന്നും ഉള്ളൊരു രീതിയിലാണ് CPM-ഉം മുന്നോട്ട് പോകുന്നത്. ഇനി പുറത്തു പറഞ്ഞത് CPI മാത്രമാണോ? അല്ല. ചർച്ചയിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവും പറഞ്ഞത് അത് LDF ഉള്ളിൽ എടുക്കേണ്ട തീരുമാനം, അത് തീരുമാനമായി കഴിഞ്ഞ വിഷയമാണ് എന്നതാണ്. ഒരു തീരുമാനം ഒരു മുന്നണിക്കുള്ളിലാകുന്നത് എങ്ങനെയാണ്? അത് രണ്ട് വശത്തു നിന്നുള്ള ആവശ്യങ്ങൾ പരിഗണിച്ച് ഒരു കോമൺ തീരുമാനത്തിലേക്ക് എത്തുമ്പോഴാണ് തീരുമാനമാവുക. ഇത് ആ ചർച്ച നടക്കുന്നേ ഉള്ളൂ. ആ ആവശ്യം ഇപ്പോഴും CPI മുന്നോട്ട് വെക്കുന്ന സമയമേ ഉള്ളൂ. ഇനി അതിനോടൊപ്പം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഒരു മുന്നണിയുമായി ബന്ധപ്പെട്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു പരാമർശമാണത്. അങ്ങനെ ഒരു ലെസർ ഒരു പ്രസ്ഥാനമാണ് CPI എന്ന നിലയ്ക്ക് അവരങ്ങനെ പലതും ചോദിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന പ്രതീതിയിൽ സംസാരിക്കാൻ പാടില്ലാത്തതാണ്. അത് CPI വീണ്ടും ചൊടിപ്പിക്കുകയും രാജനും PP സുനീറും അടക്കമുള്ള നേതാക്കൾ അതിൽ വളരെ കൃത്യമായി വിമർശനം ഉന്നയിക്കുകയും അങ്ങനെയല്ല, ഇത് ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ്, ഞങ്ങളത് ആവശ്യപ്പെടുമെന്ന് പറയുകയും ബിനോയ് വിശ്വം ആ കാര്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വീണ്ടും വ്യക്തമാക്കുകയും ചെയ്തൊരു പശ്ചാത്തലം നമ്മുടെ മുന്നിലുണ്ട് എന്നതാണ്. നിയമസഭാ കക്ഷിയോഗം ഇതുവരെ ചേർന്നില്ല. ഏറ്റവും അവസാനം ഒരു യോഗം ചേർന്ന സമയത്ത് ഈ അതാത് കക്ഷികൾ തോൽവിയെക്കുറിച്ച് പഠിച്ച് തീരുമാനമെടുത്തതിന് ശേഷം ഒരു യോഗം ചേരാം എന്നുള്ളതാണ്. അപ്പോൾ ആകെ ഒരു യോഗം ചേർന്നു. പിന്നീട് യോഗം ചേരാൻ പോലും കഴിയാത്ത തരത്തിൽ ഈ പ്രതിപക്ഷ ഉപനേതൃ പദവി വലിയ പ്രതിസന്ധിയായി LDF-ൽ ഉയർന്നു വന്നു. ഇതിന് പരിഹാരം കാണേണ്ടത് ആരൊക്കെയാണ്? ഇതിന് പരിഹാരം കാണേണ്ടത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്, നിയമസഭയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല. അതുകൊണ്ട് പിണറായി വിജയൻ അല്ല അതിൽ പരിഹാരം കാണേണ്ടത്. MV ഗോവിന്ദനും ബിനോയ് വിശ്വവും തമ്മിലാണ് തീരുമാനമെടുക്കേണ്ടത്. കഴിഞ്ഞ ദിവസം TP രാമകൃഷ്ണനും അതിലൊരു റോളുണ്ട്. TP രാമകൃഷ്ണൻ ബിനോയ് വിശ്വത്തെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ അറിയാമോ? എനിക്ക് ദീർഘസൗഹൃദമുണ്ട്. ഇത് സൗഹൃദത്തിന്റെ പേരിൽ തീരുമാനമാക്കേണ്ട ഒരു കാര്യമാണോ? ഇല്ല, ഇത് രാഷ്ട്രീയമാണ്, മുന്നണിക്കുള്ളിലെ കാര്യമാണ്. അത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. അത് അഭിപ്രായം കേട്ട് നിലപാട് പറഞ്ഞ് തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമാണ്. അതിന് കഴിയാത്ത തരത്തിലുള്ളൊരു അഭിപ്രായ വ്യത്യാസം LDF-ൽ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. LDF-ൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവരൊരു തരത്തിലല്ല മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. ഒറ്റയ്ക്ക് നീങ്ങണമെന്ന തീരുമാനത്തിലേക്ക് CPI ഏറെക്കുറെ എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെയാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഡോക്ടർ അരുൺകുമാറും പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് CPI എതിരുണ്ട്. അവർക്ക് എന്താണ് സാധ്യമാവുക? നിയമസഭയിൽ ഒറ്റയ്ക്ക് അഭിപ്രായം പറയുക സാധ്യമാണോ? അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തിന് നിയമസഭയിൽ ഒറ്റ അഭിപ്രായവും ഒറ്റ സ്വരവും ഇല്ല എന്നുള്ളത്, അതായത് ഇപ്പം തന്നെ ഇത്രയും അംഗബലം കുറവുള്ള പ്രതിപക്ഷത്തിന് രണ്ടഭിപ്രായം നിയമസഭയിൽ വരിക എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണ്ണമായ പരാജയമായിരിക്കും നിയമസഭയിലും എന്നത് എടുത്തു പറയേണ്ടി വരും. അപ്പോൾ നിയമസഭയിൽ അവർ ഒറ്റയ്ക്ക് അഭിപ്രായം പറയുമോ? നിയമസഭയിൽ ഐക്യം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? LDF യോഗം ചേരണം. LDF യോഗം ചേരുന്നില്ല. ഈ വിഷയത്തിലോ വിഴിഞ്ഞം വിഷയത്തിലോ ഒന്നും ഏകാഭിപ്രായമില്ല. നോക്കൂ, ഇപ്പം കുറച്ച് മുമ്പാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടയിൽ കരണ്ട് കട്ടുണ്ടാവുന്നത്. കുറച്ച് മുമ്പ് സ്മൃതി ചേച്ചിയുടെ പ്രോഗ്രാമിനിടയിൽ AD തോമസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കട്ടുണ്ടാവുകയാണ്.
ഈ കറണ്ട് കട്ടിന് പലതരം പേരുകളുണ്ട്. ഒന്ന് ഇന്ദിരാ കട്ട് എന്ന് പറയുന്നുണ്ട്, പൂക്കി കട്ട് എന്നൊക്കെ പറയുന്നത് നാട്ടുകാർ ഫേസ്ബുക്കിലിടുന്ന പോസ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പരിഹാസം നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ട് മുഖ്യമന്ത്രി. അപ്പോൾ അതിന് താഴെ ഈ UDF അനുകൂലികൾ കമന്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? ഇതെങ്ങാനും പഴയ മുഖ്യമന്ത്രി ആയിരിക്കണം. പഴയ മുഖ്യമന്ത്രിയുടെ കാലത്ത് കറണ്ട് കെട്ടുണ്ടായത് ഇലക്ഷന് മുമ്പ് ഒറ്റത്തവണയാണ്. അന്ന് എന്തായാലും ആ സമയത്ത് കൃത്യം അന്ന് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തുന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ MLA-മാരൊക്കെ ഈ പറയുന്ന ചാനൽ ചർച്ചകളിലോ അല്ലെങ്കിൽ പൊതുവേദികളിലോ ഒക്കെ സംസാരിക്കുന്നതിനിടയ്ക്ക് കറണ്ട് പോവുകയാണ്. ഇതിനെന്താണ് പരിഹാരം? ഇനി കറണ്ട് പൊയ്ക്കൊള്ളട്ടെ, അതിനൊരു സമയം വേണ്ടേ? മുമ്പ് കറണ്ട് കട്ട് ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്യുക? നമ്മുടെ ലൈഫിനെ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യും. അങ്ങനെ ഒന്നും കഴിയാതെ തോന്നുന്നത് പോലെ കറണ്ട് കട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കാര്യത്തിൽ LDF-ന് പ്രതിഷേധമില്ലേ? ഫേസ്ബുക്കിൽ നേതാക്കളും അണികളും പോസ്റ്റ് ഇട്ടാൽ മതിയോ? LDF-ന് പ്രതിഷേധമില്ലേ? എന്താണ് സാഹചര്യം എന്നത് വിശദീകരിക്കണ്ടേ? ഇങ്ങനെ ഒരു വിഷയത്തിലും ഇപ്പോൾ നേരത്തെ വർഗീസ് ജോർജ് പറഞ്ഞതുപോലെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നത്തിലും സംയുക്തമായ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം പോകുന്നില്ല. ഇങ്ങനെ പ്രതിഷേധമില്ലാത്ത പക്ഷമാണോ പ്രതിപക്ഷം? അങ്ങനെയും ഉണ്ടാകുന്നില്ല എന്നതാണ്. ഇനി ഈ ഒരു വിഷയത്തിലേക്ക് മാത്രമാണോ പോകുന്നത്? വലിയ ചൂടുകാട്ടിലെ VS സ്മാരകവുമായി ബന്ധപ്പെട്ട് CPI വിമർശനം, അവരുടെ TV തോമസിന്റെ സ്മാരകം ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താ കാരണം? അവിടെ വ്യക്തിപരമായ സ്മാരകങ്ങൾ വേണ്ടതില്ല എന്നതാണ് ഇവരുടെ പൊതുധാരണ. ആ പൊതുധാരണ തെറ്റുന്നു. അങ്ങനെ തെറ്റുകയാണ് എങ്കിൽ ഞങ്ങൾക്കും സ്മാരകം വേണമെന്ന് അവർ പറയുന്നു. പിന്നീട് ഈ രണ്ട് സ്മാരകങ്ങളുടെയും ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാകുമെന്ന് പറഞ്ഞ് CPM VS-ന്റെ സ്മാരകത്തിന്റെ ഡിസൈൻ മാറ്റാനുള്ള തീരുമാനമെടുക്കുന്നു. ഇതിലൊന്നിലും ഏകാഭിപ്രായമില്ല. ഇതൊക്കെ പുറത്തേക്ക് വരികയുമാണ്. എന്നിട്ട് ഞങ്ങൾ ഉള്ളിൽ ചർച്ച ചെയ്തോളാം എന്ന് പറയുകയും ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഘടകവിരുദ്ധത എന്ന് പറഞ്ഞത്. ഇനി വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് CPM-നും CPI-ക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നത് അവിടെ ഇരിക്കട്ടെ. CPM-ൽ ഏകാഭിപ്രായമുണ്ടോ? പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഒരു കത്തയക്കുന്നു. ആദ്യത്തെ കത്ത് നിയമസഭയിൽ അദ്ദേഹം ഇത് മൊണോപ്പാളിയാണ്, ഇത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആണ്, അതിൽ ഈ കുത്തകയുണ്ടാകാനുള്ള സാഹചര്യം ഒഴിവാക്കണമെന്ന് അടക്കം അഭിപ്രായം പറയുന്നു. പ്രതിപക്ഷ നേതാവാണ് അഭിപ്രായം പറയുന്നത്. കഴിഞ്ഞ ദിവസം P. രാജീവ് അടക്കമുള്ള നേതാക്കളൊക്കെ പറയുന്നത് MSc വരുന്നതുമായി ബന്ധപ്പെട്ടല്ല ആശങ്ക, ലഘൂകരിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ സർക്കാർ എടുക്കുന്ന നിലപാടുകളും അതിലെ ഒരു ഹേസ്റ്റും ഒക്കെയാണ് പ്രശ്നം എന്ന നിലപാടിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്താ വിചാരിച്ചത്? അതിൽ മുൻ മുഖ്യമന്ത്രിയുടെ പ്രതികരണം തരുന്ന സമയത്ത് അദ്ദേഹം അതിൽ പ്രതികരിക്കുന്നില്ല. അദ്ദേഹം പ്രതികരിക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ CPM-ഉം അല്ലെങ്കിൽ LDF-ഉം MSc-യുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട എന്ത് നിലപാടിലേക്ക് മാറിയിരിക്കുന്നു എന്നത് അവ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തയക്കുന്നു. ആ കത്ത് അദ്ദേഹം നേരത്തെ ആവർത്തിച്ച അതേ നിലപാട് ഉന്നയിച്ചുകൊണ്ടാണ്. അതായത് MSc-യുമായി ബന്ധപ്പെട്ട് അദാനിക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന നിലപാടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അപ്പോൾ 3 തവണ ആദ്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അഭിപ്രായം അവിടെ നിൽക്കുന്നു, പിന്നീട് പല നേതാക്കൾ പുറത്തു പറഞ്ഞ വ്യത്യസ്തമായ അഭിപ്രായം അവിടെ നിൽക്കുന്നു, ഇന്ന് പ്രതിപക്ഷ നേതാവ് കത്തിൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ മുൻ അഭിപ്രായം. LDF-ന്റെ അഭിപ്രായം എന്താ? ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു എന്ന് CPI പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CPI-ക്കും CPM-നും 2 അഭിപ്രായമാണ്, CPM-ൽ തന്നെ 2 അഭിപ്രായമാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം എന്താ എന്നറിയാൻ ഒരു കൗതുകം നിലനിൽക്കുന്നുണ്ട്. ഈ നിലയ്ക്കാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ പിളർപ്പിലേക്കെന്നല്ല, പരാജയത്തിന് പുറകെ പരാജയത്തിലേക്ക് എന്നതായിരിക്കും നല്ല തലക്കെട്ട്. ഓക്കെ, നമുക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം പ്രതിപക്ഷത്തിൽ പിളർപ്പാണോ എന്നുള്ളതാണ് ചോദ്യം. പിളരും പ്രതിപക്ഷം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ചിലരൊക്കെ ഉണ്ട്, പക്ഷേ അവർ നിരാശപ്പെടും എന്നുള്ളതാണ് തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്നാൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി ഒരു തർക്കം CPM-നും CPI-ക്കും ഇടയിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഈ 2 പാർട്ടികളും ഒരുമിച്ചിരുന്ന് പരിഹരിക്കേണ്ട വിഷയമാണ്. ഞാൻ ആദ്യം ഈ തർക്കത്തെക്കുറിച്ച് പറയാം. ആ തർക്കത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതിനു മുമ്പ് ഈ പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറഞ്ഞ് കേൾക്കുന്നത് എപ്പോഴാണ്? നമ്മളുടെയൊക്കെ ശ്രദ്ധയിൽ പ്രതിപക്ഷ ഉപനേതാവ് എന്ന് കേൾക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടിയും പിന്നീട് MK മുനീറും ഒക്കെ പ്രതിപക്ഷ ഉപനേതാവുന്ന സാഹചര്യത്തിലാണ്. അതല്ലാതെ LDF-ന്റെ കാലത്ത് ഈ പ്രതിപക്ഷ ഉപനേതാവ് CPI-ക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു ചരിത്രം ഇന്നേ വരെ ഇല്ല. അപ്പോൾ നമ്മളുടെ നാട്ടിൽ നിലവിലില്ലാത്തൊരു ഏർപ്പാടാണ് LDF-ന്റെ കാലത്ത് ഒരു പ്രതിപക്ഷ ഉപനേതാവിന് CPI-ക്ക് കൊടുക്കുന്ന ചരിത്രമില്ല. VS-ന്റെ കാലത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. 1980-ൽ തുടങ്ങിയ LDF-ൽ ഇന്നേ വരെ CPI-ക്ക് അങ്ങനെ ഒരു പദവി ആഗ്രഹവും ഇല്ല. ഇന്നേ വരെ CPI ഒരു ഫോറത്തിലും ഞങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇപ്പോൾ പരാജയപ്പെട്ട് സർവവും തകർന്നിരിക്കുന്ന അവസ്ഥയിൽ 8 MLA-മാരുമായി വന്ന് CPI കൺവെൻഷനുകൾ മാറണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിനോയ് വിശ്വം വന്ന് പറയുന്നത്. കൺവെൻഷനുകൾ മാറണം എന്ന് പറയുന്നു. പണ്ടൊരു കൺവെൻഷൻ മാറ്റിയിരുന്നു, ഓർമ്മയുണ്ടാവും. 1962-ലാണ്. അന്ന് അജയ് ഘോഷാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. അന്ന് പാർട്ടി അജയ് ഘോഷ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പോകുമ്പോൾ, മരിച്ചു കഴിയുമ്പോൾ പിന്നെയുള്ളത് 2 നേതാക്കന്മാരാണ്. ഒന്ന് EMS നമ്പൂതിരിപ്പാടും, പിന്നുള്ളതാരാ SA ഡാംഗെയും. അപ്പോൾ SA ഡാംഗെയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അന്നത്തെ വലതുപക്ഷ CPI പ്രവർത്തകരെന്ന് CPM ആരോപിക്കുന്ന വിഭാഗം രംഗത്ത് വന്നത്. അവർ പറഞ്ഞു SA ഡാംഗെ ജനറൽ സെക്രട്ടറി ആവണം.
ബെസ്റ്റ് കക്ഷിയായിരുന്നു. എസ് എ ഡാങ്കെ ആരാ പിന്നെ ഒടുവിൽ എസ് എ ഡാങ്കെ റിവിഷനിസ്റ്റ് ആയിരുന്നുവെന്നും എസ് എ ഡാങ്കെ പിന്നീട് കോൺഗ്രസിനോട് അമിതമായ ലോഹ്യം കാണിച്ചുവെന്നും അതിനുശേഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു എസ് എ ഡാങ്കെ. ഒടുവിൽ എന്താ ചെയ്തതെന്നറിയാമോ? ഇതേപോലെ ഒരു കൺവെൻഷൻ മാറാൻ വേണ്ടിയിട്ട് അന്നൊരു തീരുമാനം കൊണ്ടുവന്നു. എന്തായിരുന്നു കോംപ്രമൈസിങ് ഫോർമുല? EMS ജനറൽ സെക്രട്ടറി ആക്കി ഘോഷിന് ശേഷം. അപ്പോൾ എസ് എ ഡാങ്കയ്ക്കും എസ് എ ഡാങ്കെ അനുകൂലിക്കുന്ന CP-യിലെ ഒരു വിഭാഗത്തിനും നോവാതിരിക്കാൻ വേണ്ടിയിട്ട് എസ് എ ഡാങ്കെ പാർട്ടി ചെയർമാനാക്കി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരേ ഒരു തവണ മാത്രമേ ഇത് സംഭവിച്ചിട്ടുള്ളൂ. അത് എസ് എ ഡാങ്കെയാണ് ആക്കിയത്. അത് അന്ന് സംഭവിച്ചതാണ്. കൺവെൻഷനുകൾ മാറണം എന്നുള്ളതായിരുന്നു അന്നത്തെ നിലപാട്. പിന്നീട് CPM പിളർപ്പൊക്കെ നമ്മൾ കണ്ടു. CP എവിടെ നിൽക്കുന്നു എന്നത് കണ്ടു. എസ് എ ഡാങ്കെ എവിടെ എത്തി നിന്നു എന്നത് കണ്ടു. ചരിത്രത്തിൽ എസ് എ ഡാങ്കെയെ മുദ്രകുത്തിയത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ കൺവെൻഷൻ മാറുന്ന കാര്യത്തെക്കുറിച്ച് CP പറയുമ്പോൾ ചരിത്രം നമുക്കും ഓർമ്മിപ്പിക്കാനുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി ഇതുവരെ ഇല്ലാത്തൊരാവശ്യം CPI ഇപ്പോൾ ഉയർത്തുന്നതിൻ്റെ താല്പര്യം എന്താകും? ഞാനിതിനെ പൂർണ്ണമായും നെഗറ്റീവായിട്ട് കാണുന്നില്ല കേട്ടോ. കാരണം ഒരു പാർട്ടിയെ സംബന്ധിച്ച് അംഗീകരിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ, എത്ര പേരാണ് ഈ നിയമസഭയിലുള്ളത്? ഈ നിയമസഭയിൽ 26 പേര് CPM, 8 പേര് CPI, ഒരംഗം RJD, PK പ്രവീൺ കൂത്തുപറമ്പിൽ നിന്ന് വന്നതാണ്. അപ്പോൾ മൊത്തം 35 പേരേ ഉള്ളൂ. ഈ 35 പേരിലെ 8 അംഗം എന്ന് പറയുന്ന CPI തങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് പറയുന്നതിൻ്റെ കാരണം നോക്കൂ, LDF ഒരു പാർലമെൻ്ററി പാർട്ടി എന്ന നിലയിൽ LDFിൻ്റെ അലയൻസിനെ പരിഗണിച്ചാൽ 4 പ്രധാനപ്പെട്ട തസ്തികകളാണ് ഉള്ളത്. അതിലൊന്ന് പ്രതിപക്ഷ നേതാവ് സ്ഥാനം. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ പാർട്ടി. അപ്പോൾ അവിടെ LDF ആണ്. അപ്പോൾ അതിൻ്റെ ലീഡർ ഓഫ് LDF വരുന്നത് സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ വരുന്നു. ഇനി ലീഡർ ഓഫ് LDF, പാർലമെൻ്ററി പാർട്ടി ഓഫ് LDF, ഡെപ്യൂട്ടി ലീഡർ, അതാണ് ഇപ്പോൾ പറഞ്ഞ പ്രതിപക്ഷ ഉപനേതാവ്. ഇനി ഒരു 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന് സെക്രട്ടറി ഉണ്ട്, സെക്രട്ടറി ഓഫ് പാർലമെൻ്ററി പാർട്ടി ഓഫ് LDF. അതേപോലെ ചീഫ് വിപ്പ് ഓഫ് പാർലമെൻ്ററി പാർട്ടി ഓഫ് LDF. ഇങ്ങനെ 4 തസ്തികകളാണുള്ളത്. CPM പറയുന്നു ചീഫ് വിപ്പ് എടുത്തോട്ടെ, എന്താ പ്രശ്നം? ചീഫ് വിപ്പ് പദവി CPIക്ക് എടുക്കാമല്ലോ. ചീഫ് വിപ്പ് പദവി എടുത്തിട്ടുണ്ടല്ലോ. ചീഫ് വിപ്പ് പദവി എടുക്കുന്നതിൽ എന്താ തടസ്സം? രണ്ടാമത് സെക്രട്ടറി സ്ഥാനം അതുകൊണ്ടല്ലോ. അപ്പോൾ 2 സ്ഥാനങ്ങൾ CPM-ഉം 2 സ്ഥാനങ്ങൾ CPI-യും പങ്കുവെച്ചൂടെ? ഇഷ്യൂ സോൾവ്. പക്ഷെ പറയുന്നു ഞങ്ങൾക്ക് അത് വേണ്ട, സെക്രട്ടറി വേണ്ട, ചീഫ് വിപ്പ് സ്ഥാനവും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് എന്താ? ഡെപ്യൂട്ടി ലീഡർ സ്ഥാനം തന്നെ വേണം എന്ന് CPI വാശി പിടിക്കുന്നത് എന്തിനാ? ഈ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനം കിട്ടിയ എന്താ മെച്ചം? സഭയിൽ പെർഫോം ചെയ്യാൻ. എന്ത് സഭയിൽ എങ്ങനെ പെർഫോം ചെയ്യും ഡെപ്യൂട്ടി ലീഡർ ആണെങ്കിൽ? ഇപ്പൊ അല്ലെങ്കിൽ ബാലഗോപാൽ എടുക്കുന്ന റോളിലേക്ക് ബാലഗോപാൽ ഡെപ്യൂട്ടി ലീഡർ രണ്ടാം സ്ഥാനം പ്രിയപ്പെട്ട സ്മൃതി, ബാലഗോപാലിനെ ഡെപ്യൂട്ടി ലീഡറായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഫലത്തിൽ അങ്ങനെയാണ്. ഫലവുമില്ല. അങ്ങനെയല്ല, കക്ഷി നേതാവിന് പകരമായി കക്ഷി നേതാവിനെ സംസാരിക്കാൻ വിളിക്കുക. സ്മൃതി, കക്ഷി നേതാവ് എന്ന നിലയിൽ K രാജൻ ഉണ്ടല്ലോ, നന്നായി സംസാരിക്കുന്നില്ല K രാജൻ. കക്ഷി നേതാവിനെയാണ് സംസാരിക്കാൻ വിളിക്കുക. പ്രതിപക്ഷ നേതാവിനെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കക്ഷി നേതാവിനെ വിളിക്കുക. ആ കക്ഷി നേതാവിനെ സംസാരിക്കാം. എപ്പോഴും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കിട്ടിയിട്ട് മാത്രമേ K രാജന് സംസാരിക്കാൻ പറ്റുള്ളൂ. K രാജൻ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. എല്ലാ അടിയന്തര പ്രമേയത്തിലും പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കഴിഞ്ഞാൽ അടുത്തതായി സംസാരിക്കുന്നത് K രാജനാണ്. അടുത്ത കക്ഷി നേതാവിനെ വിളിക്കുന്നത്. അങ്ങനെ ചരിത്രം. അല്ലെങ്കിൽ കക്ഷി നേതാവിനെ വിളിക്കാൻ പറ്റൂ. ഏത് കക്ഷി നേതാവിനെ വിളിക്കണം? ഈ 3ാമത്തെ ആളെ വിളിക്കണം. ആരെയാ? PK പ്രവീണിനെ വിളിക്കണം. വാക്കൗട്ട് നടത്തുന്നത് LDF ആയിട്ടല്ല, വാക്കൗട്ട് നടത്തുന്നത് കക്ഷിയായിട്ടാണ്. ഞാനും എൻ്റെ കക്ഷിയും സഭ ബഹിഷ്കരിക്കുന്നു എന്നാണ് പറയുക. അപ്പോൾ ഞാനും എൻ്റെ കക്ഷി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പറഞ്ഞാൽ CPM-കാർ പോവും, K രാജൻ പറഞ്ഞാൽ CPI പോവും. അങ്ങനെ തന്നെയാണ് നേരത്തെ സംഭവിച്ചത്. VD സതീശൻ പറയുമ്പോൾ കോൺഗ്രസ്സുകാർ പോവും, PK കുഞ്ഞാലിക്കുട്ടി പറയുമ്പോൾ മുസ്ലിം ലീഗ് പോവും. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താണ് ഒരു പുതിയ ആവശ്യം CPI ഉന്നയിക്കുന്നത്? അതിൻ്റെ ലോജിക്ക് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കും. മുന്നണിയിൽ പ്രസക്തി കൂട്ടുക. ഈ മുന്നണിയിൽ എങ്ങനെ പ്രസക്തി കൂട്ടുക? പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം. അപ്പോൾ സഭയിൽ പെർഫോം ചെയ്തതിന് പ്രതിപക്ഷ നേതൃസ്ഥാനം ആവശ്യമില്ല. അവിടെ ഒരു മുറി കിട്ടും നിയമസഭയിൽ. അത് കാർത്തികേയൻ സാർ കൊണ്ടുവന്നിരിക്കുന്ന അന്നത്തെ ഒരു കൺവെൻഷനാണ്. അവിടെ ഒരു ഡെസിഗ്നേഷൻ പോസ്റ്റ് കിട്ടും, പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറയുന്നൊരു പദവി. ആ പദവിക്കൊക്കെ വേണ്ടി പോയി ഈ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പ്രതിപക്ഷ സ്ഥാനത്തെ നശിപ്പിക്കേണ്ടതുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. എത്രയോ കാര്യങ്ങൾ സംസാരിക്കേണ്ട സാഹചര്യമാണ്. പ്രതിപക്ഷം സർക്കാരിനെതിരെ ആഞ്ഞടിക്കേണ്ട സാഹചര്യമല്ലേ? ഒറ്റക്കെട്ടായി നിന്ന് സംസാരിക്കുന്നതിന് പകരം ഇപ്പോഴും LDF യോഗം വിളിക്കാൻ പറ്റിയിട്ടില്ല. എന്താ LDF യോഗം വിളിക്കാൻ പറ്റാത്തത്? അതിൽ CPM-ൻ്റെ കയ്യിലിരിപ്പുണ്ട് കേട്ടോ. അതും കൂടി പറഞ്ഞേ പോകാൻ പറ്റത്തുള്ളൂ. മെയ് 7-ാം തീയതി ആയിരുന്നു അവസാനത്തെ മീറ്റിംഗ് നടക്കുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പരാജയം വന്ന് എല്ലാവരും സമ്പൂർണ്ണമായി തകർന്നടിച്ചിരിക്കുന്ന അവസ്ഥയിൽ അന്ന് പാർട്ടി നേതാക്കൾ 3 പേര് കൂടി ഒരു ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. ആരൊക്കെയാ? ഒന്ന് CPM പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ്, CPI നമ്മുടെ ബിനോയ് വിശ്വം, അത് കഴിഞ്ഞാൽ പിന്നെ TP രാമകൃഷ്ണൻ. ഈ 3 പേരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിച്ചു കൊള്ളാം. അതുകൊണ്ട് എവിടെ ഉന്നയിക്കാൻ പാടില്ല, LDF-ൽ ഉന്നയിക്കാൻ പാടില്ല എന്നാണ് ബിനോയ് വിശ്വത്തോട് പറഞ്ഞത്. ബിനോയ് വിശ്വം ഇത് കേട്ട് വിശ്വസിച്ചു, LDF-ൽ ഉന്നയിച്ചില്ല. ഇതാണ് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. LDF-ൽ ഉന്നയിച്ചില്ലല്ലോ. അന്ന് CPM പറഞ്ഞത് നിങ്ങൾ LDF-ൽ ഉന്നയിക്കരുത്, നമുക്ക് 3 പേരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് പറഞ്ഞു. 3 പേരും കൂടെ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അതിപ്പോൾ ഉന്നയിക്കേണ്ടതെന്ന് പറഞ്ഞു.
അതാണ് യഥാർത്ഥത്തിൽ അല്ല, സംഭവിച്ചത്. ആദ്യ LDF യോഗത്തിൽ തീരുമാനിച്ചത് എല്ലാ പാർട്ടികളും നോക്കൂ, പരാജയം ചർച്ച അതിനുശേഷമാണ് ചെയ്ത് കത്ത്. ആലോചിച്ച് തീരുമാനിക്കാം. അതിനുശേഷമാണ് കത്ത് കൊടുക്കുന്നത്. കത്ത് ആദ്യം കൊടുത്തിട്ടില്ല. കത്ത് ഈ 3 പേരും കൂടെ കൂടി ആലോചിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അതാണ് CP പറയുന്ന കാര്യം. CP ആ പറയുന്നതിനകത്ത് ജെനുവിനിറ്റി ഉണ്ട്. കാര്യം CPയെ യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക ചെയ്തത്. അന്നത്തെ LDF യോഗത്തിൽ ഇത് പ്രസന്റ് ചെയ്തിരുന്നെങ്കിൽ അന്നത്തെ LDF യോഗത്തിൽ തീരുമാനം എടുക്കണമായിരുന്നു. ഇപ്പോൾ യേസു ഇല്ല, നോയും ഇല്ല എന്ന മട്ടിൽ നിൽക്കുന്നു. പുറത്തിറങ്ങി നോ എന്ന് പറയുന്നു. അതും പിണറായി വിജയൻ അന്ന് ഉപയോഗിച്ച ഭാഷ ഒട്ടും ശരിയായിരുന്നില്ല എന്ന അഭിപ്രായം എനിക്കുമുണ്ട്. കാര്യം CPI പോലൊരു ഘടകകക്ഷിയെ മുൻനിർത്തി അവരത് പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അവർ? ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ മന്ത്രിസഭയിൽ പിണറായി വിജയനെ ഏറ്റവും അധികം പിന്തുണച്ചിട്ടുള്ള മന്ത്രി കെ രാജനാണ്. യഥാർത്ഥത്തിൽ CPയിലെ പിണറായി വിജയനായിരുന്നു കെ രാജൻ. സത്യം. CPയിലെ പിണറായി വിജയൻ തന്നെയായിരുന്നു കെ രാജൻ. പിണറായി വിജയൻ പറഞ്ഞതിൽ നിന്ന് CPഎമ്മിലെ നേതാക്കൾ പറയുന്നതിനേക്കാൾ ഡിറ്റോ കൃത്യമായ കാര്യങ്ങൾ അത്രയും എഫക്റ്റീവായിട്ട് വിശദീകരിക്കുന്നത് കെ രാജനാണ്. എനിക്ക് വ്യക്തിപരമായ അഭിപ്രായത്തിൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കെ രാജന് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം അദ്ദേഹത്തിന് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ വഹിക്കാനുള്ള എല്ലാ കഴിവും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനത് CPഎമ്മിൻ്റെ പാർട്ടിയുടെ അവകാശത്തെ ഹനിച്ചുകൊണ്ട് പറയുന്നതല്ല. പക്ഷേ അദ്ദേഹം നല്ലൊരു കമ്മ്യൂണിക്കേറ്ററാണ് ഈ നിയമസഭയിൽ. വെല്ലുവിട്ടൻ മനോഭാവം ഉണ്ട് എന്നുള്ളത് പ്രകടമായി കുറെ വർഷങ്ങളായി CPI ഒരു മിനിറ്റ് ആ പ്രയോഗം എന്ന് പറയുന്നത് CPIയുടേതാണ്. CPIയുടെ തന്നെ പ്രയോഗമാണ്. CPIയുടെ സംസ്ഥാന സമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനങ്ങളിലും ഒക്കെ ഈ അവരുടെ യുവജന സംഘടനകളടക്കം ഉന്നയിച്ച വിഷയം ഒരു യൂസേജ് തന്നെയാണ് ഈ വെല്ലുവിട്ടൻ മനോഭാവം എന്ന് പറയുന്നത്. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം LDFൽ പല തരത്തിലുള്ള വിഷയങ്ങൾ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഈ 3 അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. രാഷ്ട്രീയ വിഷയങ്ങൾ LDFൽ ഉന്നയിക്കാതെ ക്യാബിനറ്റിൽ ഉന്നയിക്കാതെ ക്യാബിനറ്റിനെ അറിയിക്കാതെ പല തീരുമാനങ്ങൾ എടുക്കുന്നു. അവിടെയൊക്കെ അവർ ഇരുട്ടിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവരുടെ രാഷ്ട്രീയം അവർക്ക് പറയാനുണ്ടാകുന്ന ഒരു വേദി ഉണ്ടാകുന്നില്ല. ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതൃ പദവി ഉണ്ടെങ്കിൽ വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്. അങ്ങനെ അതായത് ഈ നിയമസഭയ്ക്കുള്ളിലെ പെർഫോമൻസ് എന്നതിനപ്പുറത്ത് ഒരു പാർട്ടി എന്ന നിലയ്ക്ക്, ഒരു ഹെഡ് എന്ന നിലയ്ക്ക് അവർക്ക് അങ്ങനെ അതിൽ ഊന്നി നിൽക്കാമെന്നാണ് അവർ വിചാരിക്കുന്നത്. അതായത് ചീഫ് വിപ്പ് നിയമസഭയിലല്ലേ? പാർട്ടി സെക്രട്ടറിക്ക് എന്താ പ്രശ്നം? അത് നേരത്തെ ചീഫ് വിപ്പിന്റെ കാര്യമല്ലേ ചോദിച്ചേ? പാർട്ടി സെക്രട്ടറി അങ്ങനെയാണെങ്കിൽ MV ഗോവിന്ദൻ ഉണ്ടല്ലോ. പാർട്ടി സെക്രട്ടറി മധ്യത്തിൽ ഇപ്പുറത്തെ MV ഗോവിന്ദൻ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് നിയമസഭയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്താ അവർക്ക് അങ്ങനെ ഒരു പോസ്റ്റ് അവരിപ്പോൾ ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയമാരുടെ അവരുടെ അഭിപ്രായങ്ങൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് രാഷ്ട്രീയ തീരുമാനങ്ങൾ അവരെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് എടുക്കുകയും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് പറഞ്ഞത് CPIയുടെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു എന്നാണ് അവരുടെ പ്രതിനിധികൾ പറഞ്ഞത്. അപ്പൊ അവരുടെ ബോധ്യം, ഞാൻ എൻ്റെ ബോധ്യമല്ല, അവരുടെ ബോധ്യം അവരെ ഇരുട്ടി നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്തു. അങ്ങനെ പോരാ, മുന്നണിയിൽ അവർക്ക് കുറച്ചുകൂടി ഒരു സ്ട്രോങ് ഹോൾഡ് വേണം എന്നുള്ള അവരുടെ ആവശ്യമാണ് അവർ. പക്ഷേ അതുകൊണ്ട് CPഎമ്മിൽ നിന്ന് ഈ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPക്ക് കിട്ടുന്നതാണ് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഡോക്ടർ അരുൺകുമാർ, ഞാൻ അവരുടെ ആവശ്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. അവരുടെ ബോധ്യം അതാണ് എന്നാണ് പറഞ്ഞത്. എങ്ങനെയെന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇതുവരെ ഇല്ലാത്ത ഒരു കീഴ്വഴക്കം, ആ കീഴ്വഴക്കം മാറണമെന്ന് പറയുമ്പോൾ അതിന് സഭയിൽ കെ രാജൻ സംസാരിക്കുന്നു. പ്രതിപക്ഷ ഉപനേതാവ് പദവി, അവരുടെ നിലപാട് അവർക്ക് ഇപ്പോഴും പറയാൻ സെക്രട്ടറി, അങ്ങനെ അവരെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്തൊരു മുന്നണി മുന്നോട്ട് പോയി. അതവർക്ക് ബോധ്യമുണ്ട്. ആ തിരഞ്ഞെടുപ്പിൽ നിന്നുള്ള തിരിച്ചടി അത്തരം രാഷ്ട്രീയ ബോധ്യങ്ങൾ, അവരുടെ ബോധ്യങ്ങളെ ഇരുട്ടി നിർത്തിക്കൊണ്ടെടുത്ത തീരുമാനങ്ങളുടെ പേരിലാണെന്ന് അവർ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടി ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് ഈ നില പോരാ, കൂടുതൽ പ്രാതിനിധ്യം വേണം മുന്നണിയിൽ എന്നവർ ചിന്തിക്കുന്നു. അല്ല, 17 പേരായിരുന്നല്ലോ പണ്ട് CPIക്ക്, ഇപ്പൊ അവർ 8 പേരായിട്ട് ചുരുങ്ങിയിട്ടുണ്ടല്ലോ. ഞാൻ ഇപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. അതെ, 17 ആയിരുന്നല്ലോ CPI, ഇപ്പൊ 8 ആയിട്ട് ചുരുങ്ങിയല്ലോ. ഇത് ഈ മുന്നണിക്ക് ആകെയുള്ള പരാജയത്തിന് ഉത്തരവാദി ഒന്നാമത്തെ കാര്യം അത് CPIയുടെ ക്ലെയിം അല്ല. നാല് മന്ത്രിമാരിൽ 3 പേർ ജയിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ജോസ് കെ മാണി പുറത്തേക്ക് അവരോട് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുന്നത്. അവർ പറയുന്നത് എന്തുകൊണ്ടാണ്? അത് തന്നെ മുന്നണിയിൽ ഒരു പാർട്ടി പ്രവർത്തിക്കേണ്ട രീതിയല്ല. ഇപ്പൊ ജോസ് കെ മാണിക്ക് പറയായിരുന്നല്ലോ, കേരള കോൺഗ്രസ് മാണി വിഭാഗം CPഎമ്മിനെ കുറ്റപ്പെടുത്തി വേണമെങ്കിൽ രക്ഷപ്പെടാമല്ലോ. ഒരാളും ജയിച്ചില്ല. ജോസ് കെ മാണിക്ക് എന്ത് പറയാൻ പറ്റും? ഇത് സർക്കാരിന്റെ നോക്കൂ, ഇത് സർക്കാരിന്റെ പരാജയമാണ്, ഞങ്ങളുടെ പാർട്ടിയുടെ പരാജയമല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ ഈ CPIക്ക് പറയാൻ പറ്റില്ല? CPഎമ്മിന്റെ നയങ്ങളാണ്. അങ്ങനല്ലല്ലോ, LDFിലെ നയമുണ്ടായിരുന്നത്. ശരിയാണ്, PMC പദ്ധതിയിൽ അവർ ഉടക്കി വെച്ചു, അജിത് കുമാറുമായിട്ടുള്ള ബന്ധത്തിൽ ഉടക്കി വെച്ചു. ഇപ്പോഴും അജിത് കുമാറിനെതിരെ ഒരു കൃത്യമായ തെളിവ് കണ്ടെത്താനും പറ്റാത്തതുകൊണ്ടാണ് SITയുടെ റിപ്പോർട്ട് DGP തിരിച്ചയച്ചിരിക്കുന്നത്, ഇപ്പോഴും അയച്ചിരിക്കുന്നത്. ഇപ്പൊ മറുപടിയില്ലല്ലോ, ഇപ്പൊ CPIക്ക് പ്രതികരിക്കണ്ടല്ലോ. ഇപ്പൊ PMCയുടെ കാര്യത്തിൽ എന്തായി? ഉപസമിതി എന്താ തീരുമാനിച്ചിരിക്കുന്നത്? കോൺഗ്രസിന് തർക്കമില്ല, മുസ്ലിം ലീഗിന് തർക്കമില്ല,
PMC വിഷയത്തിൽ അത് UDF-ലല്ലേ? സർക്കാരുമായി ബന്ധപ്പെട്ട ആർക്കും തർക്കമില്ല. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ PMC അവിടെ ഒരു പ്രശ്നമുണ്ടായി. MSF-ന്റെ പ്രതിഷേധം. അവിടെ പ്രശ്നമുണ്ടായി. CP ആ വിഷയം ഉന്നയിച്ചത് LDF-ലാണ്. ഏയ്, അത് LDF UDF-ലല്ല. ഉന്നയിച്ചു. അല്ല, അത് UDF-ലല്ല. ഉന്നയിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, UDF-ന്റെ പ്രശ്നമല്ല, നമ്മൾ CPI-യുടെയും CPM-ന്റെയും പ്രശ്നമാണ്. മാധ്യമങ്ങളോട് പറഞ്ഞു. നമ്മൾ അതിനെ അല്ല, CPI-ക്ക് UDF എടുക്കുന്ന തീരുമാനങ്ങൾ ഉത്തരവാദിത്തമില്ല. CPI എതിർത്ത വിഷയം ഇപ്പോഴും അപ്പൊ പരിഹരിക്കപ്പെട്ടില്ല. അത് CPI-യുടെ ഉത്തരവാദിത്തമല്ല. അത് UDF-ന്റെ തീരുമാനമാണ്. PMC-യുടെ വിഷയത്തിൽ അന്ന് ഇടതുപക്ഷത്തെ പ്രതിസന്ധിയിലാക്കി CPI എന്നുള്ളതാണ് CPI. UDF-ന് വേണ്ടിയിട്ടായിരുന്നോ? എന്തിനായിരുന്നു? UDF-ന് വേണ്ടിയിട്ടായിരുന്നോ? അല്ലല്ല, LDF ഇപ്പോൾ നടപ്പിലാക്കുന്നതിൽ CPI-ക്ക് എന്ത് ചെയ്യാൻ പറ്റും? LDF-നെ പ്രതിസന്ധിയിലാക്കി. ഇപ്പൊ UDF നടപ്പിലാക്കുന്നതിൽ CPI എന്ത് ചെയ്യാൻ പറ്റും? എവിടെ പ്രതികരണം, എവിടെ സമരം? ഇവിടെ ഈ AIF-ഉം ASF-ഉം സമരങ്ങളൊക്കെ ഉണ്ടാ? എന്ത് സമരമാണ് ഇപ്പൊ നിങ്ങൾ നല്ല ഒന്നാന്തര ഇതാണ് സമരം കേരളത്തിൽ നടത്തിയത്. ഒന്നാന്തര ഒന്നാന്തര സമരം. സമരം നടത്തിയത്. എന്തായി? ഇപ്പോഴും സമരം പദ്ധതി നടത്തുന്നത്. എന്തായി? അത് ശരി, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സമരം ചെയ്താൽ സർക്കാർ ആ വഴിക്ക് പോകണമെന്നുണ്ടോ? പദ്ധതി എന്തായി? സർക്കാർ ആ വഴിക്ക് പോകണം. അത് പദ്ധതി CPI-ക്ക് പറയാൻ പറ്റുമോ? MSF അതെന്ത് വാദമാണ്? അല്ലല്ല, CPI സമരം നടത്തിയത് കൊണ്ട് UDF പിൻവാങ്ങുന്നു അങ്ങ് വിചാരിക്കുന്നുണ്ടോ? പിൻവാങ്ങുന്നതല്ല. സമരം ബാക്കി എവിടെ? ആ പദ്ധതി ഇപ്പോഴും നിലനിൽക്കല്ലേ? അത് UDF-കാരല്ലേ നടത്തുന്നത്? അപ്പൊ എന്താ LDF-ന്റെ സമയത്ത് നമ്മൾ കണ്ടിരുന്നത് അങ്ങനെയാണോ? അല്ല, ഒരു സർക്കാരിലെ ഘടകകക്ഷിയായി നിൽക്കുമ്പോൾ അതിനുള്ളിൽ വിമർശനവും വേറൊരു സർക്കാർ ഭരണത്തിൽ വരുമ്പോ അവരെന്ത് ചെയ്യാനാ? CPI സമരം അനുസരിച്ച് തീരുമാനമെടുക്കാനാണോ UDF അധികാരത്തിൽ വന്നത്? CPI ഇപ്പോ എന്താ പ്രതികരിച്ച് കാണാത്തത്? ഓരോ ദിവസവും CPI പ്രതികരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വിഷയിക്കണോ? എല്ലാ ദിവസവും വിഷയിക്കണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ SFI-ന്ന് പ്രതിഷേധിച്ചോ? SFI-ന്ന് പ്രതിഷേധിച്ചോ? CPM-കാരിന്ന് പ്രതിഷേധിച്ചോ? CPM-കാരിന്ന് പ്രതിഷേധിച്ചോ? CPM-കാരിന്ന് പ്രതിഷേധിച്ചോ? CPM അല്ലല്ലോ ഇതിനെ എതിർത്തത്. CPI അല്ലേ CPM-കാർ SFI എതിർത്തില്ലായിരുന്നോ? SFI എതിർത്തില്ലായിരുന്നോ? CPI-യുടെ കാര്യം SFI-യിലേക്ക് അല്ല, അങ്ങ് കോൺഗ്രസ്സുകാരുടെ കാര്യം ചോദിച്ചെന്തിനാ? CPI-യുടെ കാര്യം പറഞ്ഞോ? കാരണം എന്താ? CPM-ന്റെ എടുത്ത നിലപാട്, LDF-ൽ എടുത്ത നിലപാട് CPI ഓരോ ദിവസവും വന്ന് ചോദിച്ചു. അല്ലല്ല, UDF കാലമുണ്ടായിരുന്നു, MSF സമരം ചെയ്തു, ASU സമരം ചെയ്തു, ASU സമരം ചെയ്തു. അഭിമാനത്തോടെ സമരം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ആ നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് AYF-കാരും ASF-കാരും അഭിമാനത്തോടെ ഇപ്പോഴും സമരം നടത്തുന്നുണ്ട്. ഒരാൾക്കും ചോദിക്കാനൊന്നും പറ്റില്ല. അത് മാത്രമല്ല, ആ എങ്ങനെയാണ് നേതാക്കൾ പ്രതികരിച്ചിരുന്നത്? രാവിലെ ബിനോയ് വിശ്വം പ്രതികരിക്കും, പിന്നീട് അതിനുശേഷം സുനീർ പ്രതികരിക്കും, പ്രകാശ് ബാബു പ്രതികരിക്കും. ആർക്കും PMC-യെ കുറിച്ച് ഇപ്പൊ പ്രതികരിക്കണ്ടല്ലോ. എന്നാ ലാസ്റ്റ് ബൈറ്റ് വന്ന് മാധു പറ. CPI പറയുന്നത് അല്ലല്ല, ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം LDF-മായി ബന്ധപ്പെട്ട് പറഞ്ഞു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞങ്ങൾ പറഞ്ഞതൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞു. എല്ലാ വിഷയങ്ങളെയും കുറിച്ചാണ്. റിപ്പോർട്ട് പോലും കൊടുക്കാൻ പറ്റിയില്ല. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അത് കോൺഗ്രസിന്റെ വിഷയമാണ്. കോൺഗ്രസിന്റെ നിലപാടില്ലേ? CPI ആണ് ഉപസമിതിയിലുള്ളത്. ഇതൊന്നും റിപ്പോർട്ട് കൊടുക്കാൻ പോലും പറ്റില്ല. CPI ആണ് ഉപസമിതിയിലുള്ളത്. LDF ഭരിക്കുമ്പോൾ മാത്രമേ CPI-ക്ക് നിലപാടുള്ളൂ. അല്ല, LDF ഭരിക്കുമ്പോൾ പോലും CPI-യുടെ നിലപാട് അംഗീകരിച്ചില്ല, CPI-യുടെ നിലപാട് ചോദിച്ചില്ല. അതിനുശേഷം UDF CPM-ന്റെ പ്രതികളും എല്ലാ ദിവസവും വരാം. എന്താ CPM പ്രതിഷേധിക്കാത്തെ? CPM ആണ് അവന് എതിരുന്നത്. എന്താ CPM-ന് ഇപ്പൊ PMC-യുമായി ബന്ധപ്പെട്ട് വിമർശനമില്ലേ? നിങ്ങൾ എന്താണ് പറയുന്നത്? CPI പ്രതിഷേധിച്ചു. അതേ തീരുമാനം UDF നടപ്പിലാക്കുമ്പോൾ പ്രതിഷേധമുണ്ട്, ആർജവും ഞാൻ തൂക്കി SFI നടത്തിയ പ്രതിഷേധങ്ങളെക്കാൾ എല്ലാ ദിവസവും പ്രതിഷേധിക്കുന്നുണ്ടോ? എല്ലാ ദിവസവും CPM പ്രതിഷേധിക്കുന്നുണ്ടോ? PMC-യുമായി ബന്ധപ്പെട്ട അവസാനം പ്രതികരിച്ചത് എനിക്കറിയാം. ഈ PP സുണ്ടർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞതൊന്നും കേൾക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞത്. PP സുണ്ടർ നല്ലൊരു നേതാവല്ലേ? എന്നാ പ്രതികരിച്ചത്? പത്രസമ്മേളനത്തിന്റെ ഡേറ്റ് ഒക്കെ എടുത്തു വെച്ച് വെക്കണോ? അവസാനം വാർത്താ സമ്മേളനത്തിന്റെ ഡേറ്റ് അങ്ങേക്ക് ഓർമ്മയുണ്ടോ? പത്രസമ്മേളനം നടത്തിയ ഡേറ്റ് ഒക്കെ ചോദിക്കുക. അതിന്റെ അങ്ങ് ഡേറ്റ് ആണ് ചോദിച്ചത്. CPM ഈ വിഷയം എടുക്കുന്ന സമയത്ത് എല്ലാ ദിവസവും CPI നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടിരുന്നില്ലേ? അത് സർക്കാർ പിൻവാങ്ങുന്നത് വരെ പിൻവാങ്ങുന്നത് വരെ CPI ഉണ്ടായിരുന്നല്ലോ. ഇപ്പോ സർക്കാർ പിൻവാങ്ങിയോ? അല്ല, സർക്കാർ പിൻവാങ്ങുന്നത് വരെ ഞാൻ പറയട്ടെ, LDF സർക്കാർ പിൻവാങ്ങുന്നത് വരെ CPI ആ വിഷയത്തിൽ ഉറച്ചു നിന്നു. LDF സർക്കാർ അത് ഫ്രീസ് ചെയ്തു. CPI ആ സമരങ്ങളിൽ നിന്ന് പോയി. UDF വരുമ്പോ CPI പ്രതിപക്ഷത്താണ്. LDF ആണ് സമരം നടത്തേണ്ടത്.
LDF ആണ് അപ്പൊ സമരത്തിന് CPI ക്ക് ഇറങ്ങുന്നത്. ഉത്തരവാദിത്തമില്ലേ? CPM ന് ഉത്തരവാദിത്തം, അത് CPI ക്ക് അല്ല, ഉത്തരവാദിത്തം. ഒരു നിമിഷം, ഒരു നിമിഷം. CPM നും അല്ലല്ല, CPI ക്കും ഉത്തരവാദിത്തമില്ല. സംയുക്തമായി അടക്കം സമരം സംയുക്തമായി LDF ചേരണം. ആയിക്കോട്ടെ. ശരി, LDF കാലത്ത് CPI സമരം ചെയ്തു, ശരിയല്ലേ? LDF കാലത്ത് CPI എതിർത്തു. UDF കാലത്തോ? UDF കാലത്തും CPI എതിർക്കുന്നുണ്ട്. എപ്പോഴോ? അത് ഈ പറയുന്ന കെ രാജൻ നിയമസഭയുടെ മുന്നിൽ വന്ന് ആ കുട്ടികളോടൊപ്പം സമരത്തിന് ഇറങ്ങുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കലക്കവെള്ളവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കൂ. ഓർമ്മയുണ്ടോ? ഇതാണോ ആ കലക്കവെള്ളം CPI നടത്തിയ സമരത്തിലെ കലക്കവെള്ളം കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പോയി CPM നടത്തിയ സമരത്തിലെ കലക്കവെള്ളം കൊണ്ടല്ല ഡോക്ടർ അരുൺകുമാർ. കേട്ടോ? LDF കാലത്ത് CPI പ്രതികരിച്ചതും കണ്ടോ ഇപ്പോൾ നടത്തിയ CPI സമരത്തിലെ കലക്കവെള്ളം കൊണ്ട് പ്രതികരിച്ചതും രണ്ടാമത്തെ ഒരു കാര്യം പറയും. ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കൊണ്ട് എന്തു മാറ്റമാണ് CPI? അതൊക്കെ ചർച്ച ചെയ്യാവുന്ന കാര്യം. ചർച്ചയല്ല, ആ ചർച്ച ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആ ചർച്ച പോയ പോലെയാണ് ഈ പ്രശ്നം അല്ലല്ല, മാധു പറഞ്ഞു നിർത്തിയത് അവിടെയാണല്ലോ. അല്ലല്ല. ഈ വല്യേട്ട മനോഭാവം, ഈ വല്യേട്ടൻ എന്ന മനോഭാവം ആരാ പേരിട്ടത്? CPI-ക്കാർ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ കേൾക്കൂ. അത് ഞാൻ അല്ലല്ല, ആ ക്ലാസ് എനിക്ക് ആവശ്യമില്ല. അത് CPI-ക്കാരുടെ നിലപാടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, CPI-ക്കാരുടെ നിലപാടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്റെ കാര്യമല്ല പറഞ്ഞത്. CPI-യുടെ ഉന്നയിച്ച കാര്യമാണെന്നാണ് എന്റെ അഭിപ്രായം അല്ലെന്ന് പറഞ്ഞ കാര്യത്തിൽ അങ്ങയുടെ ചോദ്യം ഞാൻ ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ അഭിപ്രായം അല്ലെന്ന് പറഞ്ഞ കാര്യമാണ്. മറുപടി പറയാനുള്ള സമയം തരും. അല്ല, എന്റെ അഭിപ്രായം അല്ലെന്ന് പറഞ്ഞ കാര്യത്തിൽ അങ്ങനെ എന്തിനാ എന്നോട് ചോദ്യം ചോദിക്കുന്നത്? താങ്കളുടെ അഭിപ്രായം അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു CPI-യുടെ കാര്യം ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നത്. താങ്കൾ എന്തിനാ ഏറ്റുപിടിക്കുന്നത്? CPI-യുടെ കാര്യം എനിക്ക് താങ്കൾ പറഞ്ഞതോടാണ്. താങ്കളാണ് വല്യേട്ടുന്ന പ്രയോഗം അല്ലല്ല, ഞാനല്ല. CPI അതെ, അതുകൊണ്ടാണ് ഈ പറയുന്നത്. താങ്കൾ ആ പ്രയോഗം നടത്തിയതുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വരുന്നത്. അപ്പൊ CPI-യുടെ കാര്യം താങ്കൾ കോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് താങ്കളെ കോട്ട് ചെയ്യേണ്ടി വരും. CPI കോട്ട് ചെയ്ത മാധു എന്ന് തന്നെ പറയേണ്ടി വരും. CPI പറഞ്ഞ വല്യേട്ട മനോഭാവത്തെ ഇവിടെ ആവർത്തിച്ച മാധു പറയുന്നത്. വല്യേട്ടൻ എങ്ങനെയാ വരിക? 26 MLA-മാരുണ്ട് CPM-ന്. 8 പേരാണ് CPI-ക്കുള്ളത്. അംഗസംഖ്യ വെച്ചാണോ നിങ്ങൾ വല്യേട്ടൻ കുഞ്ഞേട്ടൻ തീരുമാനിക്കുന്നത്? പാർട്ടി അവഹേളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില നേതാക്കൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ എടുത്ത് നമ്മൾ ഇവിടെ വന്ന് അത് അവതരിപ്പിച്ചതിന് ശേഷം പറയാണ്. അത് ഞാൻ പറഞ്ഞില്ല, CPI പറയുന്നതാണ്. പാർട്ടി അപകീർത്തിപ്പെടുത്താൻ പറയുന്നതാണ്. നിങ്ങൾ ഇവിടെ അതാണ് അവരുടെ മനോഭാവം എന്ന് പറഞ്ഞു. അതല്ലേ ഞാൻ മനോഭാവം അവർ കാരണം കൂടി ഞാൻ പറഞ്ഞു. അല്ലല്ല, ആ മനോഭാവം ഞാൻ പറഞ്ഞു. LDF-ൽ അവരുടെ അഭിപ്രായം തേടാതെയും ക്യാബിനറ്റിൽ അവരുടെ മന്ത്രിമാരുടെ അഭിപ്രായം തേടാതെയും രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്തെടുത്താണ് അവർക്ക് ആ മനോഭാവം ഉണ്ടായത്. അപ്പോ ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPI-ക്ക് കിട്ടുന്നത് കൊണ്ട് CPI-ക്ക് എന്തു മെച്ചമാണ് കിട്ടുന്നതെന്ന് എനിക്കിനിയും മനസ്സിലാവുന്നില്ല. സ്മൃതിക്കും അറിയില്ല, മാധുവിനും അറിയില്ല, എനിക്കും അറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. പിന്നെ എന്തിനാണ് ഈ ബഹളം? ഇതുവരെ ഇല്ലാത്ത ഒരു കീഴ്വഴക്കം, ഒരു പുതിയ ബഹളം ഉണ്ടാക്കി പ്രതിപക്ഷത്തിന് ആകെ പിളർപ്പിലേക്ക് എന്ന് പറയുന്ന ഒരു പ്രതീതി സമ്മാനിക്കുന്നത് എന്തിനാണ്? അവർക്ക് പ്രോമിനൻസ് വേണം എന്നുള്ളത്. ഈ പ്രോമിനൻസ് എങ്ങനെയാണ് ഉപനേതാവ് സ്ഥാനം കിട്ടുക? അത് അവർ അങ്ങനെ കരുതുന്നു. ആ കരുതുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. പദവി കിട്ടിയാലും പാർട്ടി സെക്രട്ടറി പദവി കിട്ടിയാലും ഡെപ്യൂട്ടി ലീഡർ പദവി കിട്ടിയാലും കിട്ടാവുന്നത് ഏകദേശം ഒരേ സ്ഥലം. അവിടെയാണ് വർഗീസ് ജോർജ് പറഞ്ഞൊരു കാര്യം പ്രസക്തമാവുന്നത്. നിയമസഭയിൽ നിങ്ങൾക്ക് ഒരു മുറി കിട്ടാൻ വേണ്ടിയാണോ ഈ പ്രകടനം? ഇതാണ് ചോദ്യം. ചോദ്യം മാത്രമല്ല വരുന്നത്. വെൽക്കം ബാക്ക്. പ്രതിപക്ഷത്തിൽ പിളർപ്പോ എന്നാണ് ചോദ്യം. ആന്റോ കാസ്ട്രോ. ചിലർക്ക് അധികാരം കിട്ടുമ്പോഴും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് വലിയ ആവേശമാണ്. അതാണ് നിലപാട് എന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ സംഭവിക്കുക? പ്രതിപക്ഷ നിങ്ങൾ നേരത്തെ പറഞ്ഞു, പ്രതിപക്ഷ ഉപനേതാവ് കിട്ടിയാൽ മാത്രമാണ് ഞങ്ങളെന്തോ വലിയ സംഭവമാവുള്ളൂ, അല്ലെങ്കിൽ വലിയ സംഭവമല്ല. ഏത് CPI അല്ലേ പാർട്ടിയെന്ന്? കേരളത്തിൽ സമരം ചെയ്യേണ്ട പാർട്ടിയല്ലേ? സമരം ചെയ്യണം. അവർ വേണ്ടിയിട്ടാണ്. അവരാണല്ലോ ഈ PM ശ്രീ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. കേരളത്തിൽ ഞാൻ വിചാരിക്കുന്നില്ല പ്രതിപക്ഷ പാർട്ടിയാണോ അന്നത്തെ പ്രതിപക്ഷമായ കോൺഗ്രസോ ലീഗോ ആരെങ്കിലും ആണോ PM ശ്രീ ഉയർത്തിക്കൊണ്ടുവന്നത്? CPM അല്ല, CPI എന്താണ് കോൺഗ്രസും അല്ല, ലീഗും അല്ല, ആരുമല്ല. ആരോ ഉയർത്തിക്കൊണ്ടുവന്നത്? CPI ആണ്. അവരവിടെ വലിയ ബഹളം ഉണ്ടാക്കി. അവർ എന്താണ് ഞങ്ങളോട് ആലോചിച്ചില്ല, മന്ത്രിസഭയിൽ ചർച്ച ചെയ്തില്ല, ആനയാണ് കുതിരയാണെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് എന്ത് സംഭവിച്ചു? അവരതിൽ നിന്നും പിന്നോട്ട് പോകേണ്ടി വന്നു. അതെന്ത് സംഭവിച്ചു? കേരളത്തിലെ ഇടതുപക്ഷം അല്ലെങ്കിൽ CPM RSS-ഉമായിട്ട് എന്തോ വലിയ ബാന്ധവം ഉണ്ടാക്കാൻ പോവുകയാണെന്നുള്ളൊരു പ്രതീതി കേരളത്തിൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ഏറ്റുപിടിച്ചത്. അതാണ് ലീഗ് ഏറ്റുപിടിച്ചത്. ലീഗും കോൺഗ്രസും എന്താ ഏറ്റുപിടിച്ചത്? CPM പറഞ്ഞ് PM ശ്രീ അല്ല കാര്യം പറഞ്ഞ് ഏറ്റുപിടിച്ചത്. CPM RSS-ഉമായി അല്ലെങ്കിൽ BJP-യുമായി എന്തോ ബാന്ധവം ഉണ്ടാക്കാൻ പോവുകയാണ് എന്നുള്ള നിലപാട് ഉണ്ടാക്കാൻ ഈ CPI എടുത്ത നിലപാട് സ്വാധീനിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് CPIക്ക് ഇന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. ആ സംവിധാനം CPIക്ക് ഇന്നും മനസ്സിലായില്ല. അതെന്തോ നിലപാട് സ്വീകരിച്ചത് ഞങ്ങൾക്കെന്തോ വലിയ സംഭവം കിട്ടി, അതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോയിരുന്നെങ്കിൽ വലിയ സംഭവമായേനെ എന്നാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതിൽ നിന്ന് പിന്നോട്ട് പോയിരുന്നെങ്കിൽ കേരളത്തിൽ ഇതുപോലെ തോൽവി ഏറ്റെടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ് അവർ ഊന്നി പറയുന്നത്. അവരത് ഉന്നയിച്ചില്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ പകുതി തോൽവി ഏറ്റെടുക്കേണ്ടി വരില്ലായിരുന്നു എന്ന്. കാരണം അതിനേക്കാൾ വലിയ സംഭവം കേരളത്തിൽ നടന്നിട്ടില്ല. ഇവരെന്തെങ്കിലും ഉന്നയിച്ചോ? അതിനേക്കാൾ വലിയ കാര്യങ്ങൾ അവരെ കൃഷി വകുപ്പിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കിയല്ലോ, അവരുന്നയിച്ചിരുന്നോ?
അവരത് ഉന്നയിച്ചത് കൊണ്ട് കേരളത്തിൽ ഈ കോൺഗ്രസിനും ഈ പറഞ്ഞ എന്താണ് ലീഗിനും BJP വഴി എന്തോ CPM ഒരു ബാന്ധവം ഉണ്ടാക്കുന്ന ഒരു രൂപരേഖ ഉണ്ടായി, വടി വെട്ടി കൊടുത്തു. എന്നിട്ട് അവരത് ഉന്നയിച്ചിട്ട് വലിയ തോൽവി ഏറ്റു വാങ്ങിയിട്ട് അവരൊന്നും പറയാം ഞങ്ങളത് പറഞ്ഞതുകൊണ്ട് നിങ്ങളത് പിന്നോട്ട് പോയത്. അത് പിന്നോട്ട് പോയല്ലോ, അവർ പറഞ്ഞതുപോലെ തന്നെ അത് പിന്നോട്ട് പോയി. എന്നിട്ട് കേരളത്തിലെ ജനങ്ങൾ കേട്ടോ, ഇവരുണ്ടാക്കി വെച്ച അലയോലി ഉണ്ടല്ലോ, ആ അലയോലിയിൽ പെട്ടുപോയി ഇടതുപക്ഷം, അലയോലിയിൽ പെട്ടുപോയി. അതിൻ്റെ ഭവിഷ്യത്താണ് ഇടതുപക്ഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വന്നിട്ട് പറയുകയാണ് ഞങ്ങളെന്തോ വലിയ സംഭവമാണ്, ഞങ്ങളന്ന് പറഞ്ഞ പോലെ ചെയ്തിരിക്കുന്നു. 3-1 എല്ലാവരും ജയിച്ചിട്ടുള്ളൂ. ലീഗും CPM 26 സീറ്റിലേ ജയിച്ചുള്ളൂ, 25 സീറ്റേ ജയിച്ചുള്ളൂ. ഇവരും 22 സീറ്റിൽ മത്സരിച്ചിട്ട് 8 സീറ്റിലേ ജയിച്ചിട്ടുള്ളൂ. അല്ല, 3-1 എല്ലാവരും ജയിച്ചിട്ടുള്ളൂ. അതിൽ താഴെയുള്ളവർ തോറ്റും പോയി, ഒരു സീറ്റും കിട്ടിയില്ല. അപ്പം ഇവർ പറയുന്നതിൽ വല്ല ലോജിക്കുണ്ടോ? പിന്നെ ഞങ്ങളെന്തോ ഇപ്പം വലിയേട്ടൻ പോലെ കളിക്കുന്ന ആരാന്നറിയോ? ഇപ്പം വലിയേട്ടൻ കളിക്കുന്ന ഇവരാണ്, എന്താ CPI ആണ്. മറ്റവർ കുറച്ച് വീണ് കിടക്കുകയാണല്ലോ, അപ്പോൾ കയറി ഞങ്ങൾ വലിയ ആളാണെന്ന് വരുത്തി തീർത്തേക്കാം എന്ന് വിചാരിച്ച് വലിയ അഭ്യാസം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപനേതാവ് ഉണ്ടായിട്ടാണോ കേരളത്തിൽ നിയമസഭയിൽ പിന്നെ കക്ഷി നേതാക്കന്മാർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്? അടിയന്തര പ്രമേയത്തിന് ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ ശരി, കേരളത്തിലെ ഭരണപക്ഷം ചെയ്യുന്ന തെറ്റിനെല്ലാതിരെ അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ ഒരു പ്രതിപക്ഷ ഉപനേതാവ് ആവശ്യമുണ്ടെങ്കിൽ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റ്, ശരി, ആ ഒരു ലോജിക്കുള്ള ഒരു ന്യായമെന്ന് പറയാം. ഇതിനത് വല്ല ആവശ്യമുണ്ടോ? പ്രതിപക്ഷ നേതാവ് എണീറ്റെന്ന് പറയും ഞാനും എൻ്റെ കക്ഷി ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ CPM ഇറങ്ങിപ്പോകും. അടുത്ത ആൾ കക്ഷി നേതാവിനെ വിളിക്കും, അതിൽ കക്ഷി നേതാവ് ആരും എണീറ്റിക്കും, അടുത്തത് CPI എണീറ്റിക്കും. രാജൻ അത് പറയും അവരിറങ്ങിപ്പോകും. തൊട്ട് പുറകെ BJP എണീറ്റിക്കും, അവർ പറയും അവരിറങ്ങിപ്പോകും. ഉണ്ടെങ്കിൽ അവരിറങ്ങാറില്ല, സാധനം ഇപ്പോൾ അവരുടെ കൂടെ തന്നെ ഇരിക്കുകയാണ്. അപ്പം എന്താണ് സംഭവിക്കുന്നത്? ഇതാണ് നടപ്പിലാക്കുന്നത്. പിന്നെ എന്താണ് വേണ്ടത്? CPIക്ക് സെക്രട്ടറിയൽ ഓഫീസ് വേണമെങ്കിൽ അത് പറയാം, ഞങ്ങൾക്ക് സെക്രട്ടറിയൽ ഓഫീസ് വേണം എന്ന് പറയാൻ ലോജിക്കുണ്ട്. അല്ലെങ്കിൽ ഒരു വണ്ടിക്ക് ഒരു ബോർഡ് ഉണ്ടെങ്കിൽ പറയാം. ഒരു സ്ഥലത്ത് ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് ഒരു പ്രതിപക്ഷ ഉപനേതാവ് വണ്ടിയിൽ ബോർഡൊക്കെ വെച്ച് വരികയാണെങ്കിൽ ശരി, അതാ പ്രതിപക്ഷ ഉപനേതാവ് വന്നു എന്ന് പറയും. പറയില്ലേ? ഇപ്പം അങ്ങനെയാണ് പറയുക, രാജൻ വന്നു എന്ന് പറയും. അത്രയും ഇതിൽ സംഭവിക്കാനുണ്ടോ? അപ്പോൾ ഇതൊന്നും പറ്റാത്ത പാർട്ടിയാണോ? പക്ഷേ എന്താണ്, ഒരു കേരളത്തിൽ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കാം, ഞങ്ങളൊരു വലിയ സംഭവമാണ്, ഞങ്ങളല്ല ഈ തോൽവി കാരണക്കാരൻ, CPM ആണ് തോൽവിക്ക് കാരണക്കാരൻ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പറഞ്ഞാൽ മതി. ഞങ്ങളല്ല ഇതിന് തോൽവിക്കാരൻ, CPM ആണ്. ഈ ഉണ്ടാക്കുന്ന അലയോലിയും കൊണ്ട് ആകെ ഗുണം കിട്ടാമെന്ന് എന്തറിയോ? ഞങ്ങൾ വലിയ മാന്യന്മാരായിരുന്നു, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് ശരിയാണ്, ഞങ്ങൾ വലിയ സംഭവമാണ്, ഞങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത്, ഞങ്ങളാണ്, മറ്റവരെല്ലാവരും കൂടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് പിന്നെ പറയാതെ ഇങ്ങനെ നമ്മുടെ ബാലഗോപാലിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാലഗോപാൽ ഉപനേതാവാക്കും, ബാലഗോപാൽ എവിടെ ഉപനേതാവാക്കിയത്? ആ സ്ഥാനം CPM-നാണ് എന്ന് CPM പറയുന്നുണ്ട്. എന്ത്? അങ്ങനെ ഒരു സ്ഥാനം ആവശ്യമില്ല. ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് ഒരു പ്രതിപക്ഷ നേതാവുണ്ട്, പിന്നെ എന്തിനാ ഉപനേതാവ്? അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ RJD-ന്റെ നേതാവ്. ഞാൻ പറയുന്നത് മാഡം, ഒരു വാദം പറയുമ്പോൾ അതിനൊരു ലോജിക്ക് വേണ്ടേ? കേരളത്തിൽ ഒരു പ്രതിപക്ഷം വേണം. ആ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷമാണെന്നുള്ള ബോധ്യം CPIക്ക് ആദ്യം വേണം. എന്നിട്ട് ഇത് പ്രതിപക്ഷവും ഇല്ല, ഇടതുപക്ഷവും ഇല്ല, ഞങ്ങൾ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്ന്. ഇപ്പോൾ 8 പേര് ഒറ്റയ്ക്ക് ഇരുന്നാൽ ആകെ 36 പേരല്ലേ ഉള്ളൂ. അതിൻ്റെ അകത്ത് 8 പേര് ഒറ്റയ്ക്ക് ഇരുന്നാൽ ഇപ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പോൾ ഒന്നും സംഭവിക്കാനില്ല. ഇവർ പറയുന്നതിൽ കൂടുതൽ എന്തെങ്കിലും പറയുമോ? അതായത് പിണറായി വിജയൻ പറഞ്ഞതിന് ശേഷം കക്ഷി നേതാവ് പറയും. പിന്നെ അല്ലെങ്കിൽ വലിയ ആർജവം വേണം. എന്ത് ആർജവം വേണം? ഞങ്ങൾ ഉന്നയിച്ച കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും. അങ്ങനെ ഒരു ആർജവം കാണിക്കുന്നില്ല. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ PM ശ്രീ കാണിക്കണം. PM ശ്രീ എടുത്ത ചർച്ചകൾ മുഴുവൻ CPI ഇറങ്ങിപ്പോയോ? ഈ PMC ചർച്ച ചെയ്ത സമയത്തൊക്കെ ആ നിയമസഭയിൽ ഇരിക്കാൻ പാടുമോ CPI? അപ്പോൾ കേരളം ചർച്ച ചെയ്യില്ലായിരുന്നോ? എന്താ അവിടെ ഇരുന്നില്ലല്ലോ? അവിടെ തന്നെ ഇരുന്ന് എല്ലാത്തിനും ന്യായീകരണം പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. ന്യായീകരണം പറഞ്ഞില്ലേ? അവിടെ നിന്ന് ഇറങ്ങിപ്പോണം. ഈ കേരളത്തിൽ PMC നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് 8 പേരും കൂടെ ഇറങ്ങിപ്പോണം. സമരം ചെയ്യാൻ പോവാണ്. കഴിഞ്ഞല്ലോ, അഭ്യാസമൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞ 60 ദിവസമായി പിന്നെ പുതിയ സർക്കാർ വന്നിട്ട് ഫസ്റ്റ് നിയമസഭാ സംവിധാനം കഴിഞ്ഞു. ഇനി എന്ത് സമരത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്ത് സമരം? അവർ ഉപസമിതി ഉണ്ടാക്കി. അരുൺ സാർ നേരത്തെ പറഞ്ഞ 2027 അതെ, അരുൺ സാർ നേരത്തെ പറഞ്ഞ എന്താ അതുപോലെയാണ് കഥ. എന്താണ് സംഭവം? ഇത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം പുട്ടിന് പീരിയിടുന്ന പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അല്ലേ? ബിനോയ് വിശ്വം വന്നിട്ട് ഇത് തന്നെ പറയും. അത് P പ്രസാദ് വന്നിട്ട് പറയും. അത് കഴിഞ്ഞിട്ട് സുനീർ വന്ന് പറയും. അത് കഴിഞ്ഞ് K രാജൻ വന്ന് പറയും. ഇത് കൂടാതെ ഇവരുടെ സമ്മേളനങ്ങളും പ്രസംഗങ്ങളും മുഴുവൻ പറയും. അത് കോൺഗ്രസ് ആയിട്ട് പറയും. അതിനുശേഷം അത് ലീഗ് ആയിട്ട് പറയും. എന്നിട്ട് CPM 2 തട്ടിലാന്ന് അന്നേ കോൺഗ്രസ് ലീഗും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാറ്റമൊന്നുമില്ല. അങ്ങനെ മാറ്റുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെയാണ്. പണ്ടത്തെ പിന്നെ എന്താണ് നമ്മുടെ സമ്മേളനത്തിൻ്റെ അകത്ത് വന്ന് പറയുകയാണ്, ഞങ്ങൾ 2 സമ്മേളനം ഒന്നിച്ച് നടത്താൻ പാടില്ല. അവിടെ പിന്നെ എന്താണ് PR പാർട്ടി അവിടെ സമ്മേളനം നടത്തുകയാണ്. PR മാനേജ്മെന്റ് സമ്മേളനം നടത്തുകയാണ്. അപ്പോൾ എന്താണ് ക്യാമറകളെല്ലാം എവിടേക്ക് പോയി? CPM-നെ വിട്ട് CPM-ന്റെ പുറകെ പോയി. അന്നത്തെ കവർ ചെയ്തത് മുഴുവൻ CPM-ന്റെ സമ്മേളനം. അതുപോലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ എതിര് പറഞ്ഞാൽ മതി. അപ്പോൾ എന്ത് നമ്മളിലേക്ക് അട്രാക്ഷൻ വരും.
അറ്റൻഷൻ വരില്ലേ? ആ അറ്റൻഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടും അങ്ങനെ PM ശ്രീനെ കുറിച്ച് പറഞ്ഞാൽ അത്ര തന്നെ ഉള്ളൂ. ഇലക്ഷൻ വരാൻ പോവാണ്, ഞങ്ങളിലേക്ക് അറ്റൻഷൻ വരണം, പുതിയ സെക്രട്ടറി വന്നിരിക്കുകയാണ്, ഞങ്ങളിലേക്ക് അറ്റൻഷൻ വരണം. ആ അറ്റൻഷൻ വരാൻ വേണ്ടി ആദ്യം സെക്രട്ടറി CPM കയറി കൊട്ടിയപ്പോൾ ആ കൊട്ട ഏറ്റു കൊട്ടിയതാരാ? ആ ഏറ്റു കെട്ടിയത് കോൺഗ്രസ് ലീഗുമാണ്. അതിൻ്റെ ഗുണം കിട്ടിയത് ആർക്കാ? അതിൻ്റെ ഗുണം കിട്ടിയത് CPM അല്ല, കേരളത്തിലെ ഇടതുപക്ഷത്തിനാണോ ഗുണം കിട്ടിയത്? ഏറ്റവും കുറഞ്ഞത് ഇവർ പറഞ്ഞ കാര്യം ഒരു 20% വോട്ടെങ്കിലും പോയിട്ടുണ്ടാവും, ഏറ്റവും കുറഞ്ഞത്. അത് ഗുണം ചെയ്തു എന്നാണോ വിചാരിക്കുന്നത്? 20% വോട്ടെങ്കിലും പോയിട്ടുണ്ടാവും. ആ എത്ര വോട്ടിലാണ് എല്ലാ MLA തോറ്റതെന്ന് നോക്കിയാൽ മതി. അപ്പോൾ CPIക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എത്ര വോട്ടിനാണ്. 5000, 6000, 8000 വോട്ടുകൾക്കാണ് തോറ്റിരിക്കുന്നത്. ഈ 36 ഒരു 10-20 സീറ്റ് കൂടെ കിട്ടേണ്ടതായിരുന്നു. ആ 20 സീറ്റ് കിട്ടാതെ പോയതൊക്കെ 5000 താഴെ വോട്ടിലോ അല്ലെങ്കിൽ 8000 താഴെ വോട്ടിലോ ആണ്. മനസ്സിലായില്ലേ? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ തിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ന്യൂനപക്ഷം ഈ പറഞ്ഞ CPI ഉന്നയിച്ച 2 കേസിലാണ് കേരളത്തിലെ ന്യൂനപക്ഷം കേരളത്തിൽ പിളർന്നത്, ഇടതുപക്ഷത്തെ വിട്ടത്. ഒരു തൃശ്ശൂർ പൂരം കലക്കിയത് CPIൻ്റെ ആരോപണമായിരുന്നു. RSSുമായി ചേർന്ന് CPM തൃശ്ശൂർ പൂരം കലക്കി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഈ PM ശ്രീ. ഈ 2 കാര്യമാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷം കൈവിട്ടത്, അല്ലെ ഇടതുപക്ഷത്തെ ന്യൂനപക്ഷം കൈവിട്ടത്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ ഈ സാധനം മുന്നോട്ട് വെച്ചതും ഇത് കൈകാര്യം ചെയ്തു ആരാ? CPI ആണ്. ഒരു മിനിറ്റ്, അത് കൃത്യമായി CPIക്ക് അറിയാം. അത് ചോദ്യം ചെയ്യുമെന്ന് CPIക്ക് അറിയാം. അത് ആ ചോദ്യത്തിന് മറുപടി ഇല്ല ഇവരുടെ കയ്യിൽ. ഇപ്പം ഞാൻ പറയും, ഇപ്പം അജിത് കുമാറിനെ കുറിച്ച് ഒരു ആക്ഷേപമില്ലല്ലോ. എന്തെങ്കിലും ആക്ഷേപമുണ്ടോ? അവർ സമരം ചെയ്യാൻ പോകും. അത് ആയിക്കോട്ടെ, സമരം ചെയ്ത് കാണിച്ചാൽ മതി. സമരം ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് പറയും. ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ, ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ല, ഇനി ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ, ചെയ്ത് കാണിക്കുക. അന്നേരം നമുക്ക് പറയാം. CPM ചിന്താ വാരികയിൽ അച്യുതമേനോനെതിരെ ലേഖനം വരുന്നുണ്ട്. അതിനകത്ത് CPI മറുപടി CPIയുടെ ചുടുകാട്ടിൽ VS അച്യുതാനന്ദന്റെ സ്മാരകം വരുന്നു. പെട്ടെന്നൊരാഗ്രഹം വരുന്നു, TV തോമസിനും കൂടി വേണം. അങ്ങനെയല്ല, അവിടെ ഒരു നേതാവിനും സ്മാരകം പണിയണ്ട എന്നൊരു നേരത്തെ തീരുമാനം. എനിക്ക് തർക്കമില്ല, ഞാൻ പറയുന്നത് ഇതിൽ അരുൺ സാർ ഇതെന്താണെന്നറിയോ, CPM-ഉം CPI-യും ഒരുപോലെയാണ് എന്ന് ചിന്തിച്ച് പൊതുധാരണ ലംഘിച്ച് ഒരു പാർട്ടിക്ക് പോവുകയാണെങ്കിൽ അടുത്ത പാർട്ടിക്കും പൊയ്ക്കൂടെ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അല്ല, അങ്ങനെ പോകല്ലോ, തിരിച്ചു പറയാൻ പാടില്ലെന്നുണ്ടോ? അങ്ങനെയുണ്ടോ? അല്ല, ഇവർ മാത്രം പറയാൻ പാടുള്ളൂ, വേറെ ആർക്കും പറയാൻ പാടില്ല. അന്നേ ഈ പ്രശ്നമുണ്ട് കേട്ടോ മാധു, അന്നേ ഈ പ്രശ്നമുണ്ട്. അന്നേ നമ്മൾ ഈ PMC പറഞ്ഞ സമയത്ത് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. PR സുനിൽ ബ്രേക്ക് ചെയ്ത വാർത്തയാണ്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി തിരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച വിഷയങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന PM ശ്രീ, വെള്ളാപ്പള്ളി നടേശൻ, മറ്റ് വിഷയങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ സ്വീകരിച്ച സമീപനം മാറിപ്പോയത് പരാജയത്തിന് കാരണമായി. നേതാക്കളുടെ പെരുമാറ്റം, PR സുനിൽ കേട്ടോ, ഇതൊക്കെ പരാജയത്തിന് കാരണമായി എന്നുള്ളതാണ്. CPI ആണ് ഉന്നയിച്ച വിഷയങ്ങൾ പ്രതിപക്ഷം ഏറ്റെടുത്തത് കൊണ്ടാണ് ഇവിടെ പരാജയമുണ്ടായതെന്ന് കേന്ദ്ര കമ്മിറ്റി ഇതുവരെ വിലയിരുത്തിയിട്ടില്ല. അത് മാധു പറയുന്ന പോലെ അപ്പൊ CPM അങ്ങനെ വിലയിരുത്തുമെന്നാണോ മാധു കരുതുന്നത്? ഇപ്പൊ അങ്ങ് വിചാരിച്ച ഒരു തമാശ എന്താണെന്ന് വെച്ചാല് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഘടകകക്ഷിയായ CPI കുറിച്ച് CPI വിഷയങ്ങൾ ഉയർത്തിയതുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് എങ്ങനെയാണ്? ഒരു മിനിറ്റ് പറയട്ടെ, പൊതുവായി ചേരാമെന്നാണ് പറയുന്നത്. വ്യക്തിപരമായ പ്രശ്നങ്ങൾ പോലും തോൽവിക്ക് കാരണമായി കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുന്നു. ഇവിടെ ചിലർ വിലയിരുത്തുന്നത് CPIയുടെ ഒരു മിനിറ്റ്. ഈ CPI മാധു പറഞ്ഞു ഏത് ഈ PM ശ്രീയെ ബന്ധപ്പെട്ട വിഷയം CPI ഉന്നയിച്ചത് കൊണ്ടാണ് തോറ്റതെന്നേ. അതേന്ന് അത് കേരളത്തിൽ ചർച്ചയാക്കിയ CPI ആണ്. അതിന്റെ വോട്ടാണ് നഷ്ടപ്പെട്ടത്. അത് പാർട്ടിയുടെ വിലയിരുത്തലാണ്, വിലയിരുത്തലുകളെ കുറിച്ച് ഞാൻ പറഞ്ഞ അത് LDF-ന്റെ വിലയിരുത്തലല്ല. LDF മുന്നണിയിൽ എന്ത് സംഭവിച്ചു എന്ന് വിലയിരുത്തുക. എന്ന് പറയുന്ന പാർട്ടി അവരുടെ തെറ്റാണ് തിരുത്തുന്നത്. അപ്പൊ CPI കുറ്റം പറഞ്ഞിട്ടല്ല CPI അത് CPI ആത്മാർത്ഥമായി കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഇപ്പം ഈ വിഴിഞ്ഞം വിഷയത്തിന്റെ അകത്തും PM ശ്രീന്റെ വിഷയത്തിന്റെ അകത്തും UDF-ലെ എല്ലാ ഘടകകക്ഷിക്കും ഒരേ അഭിപ്രായമാണോ?
അവരെല്ലാം വന്ന് മൈക്ക് കെട്ടി പറയുന്നുണ്ടോ? അതെ. ഏത് വിഷയത്തിലാണ് മൈക്ക് ഒരു കെട്ടി മൈക്ക് കെട്ടി പറയുന്നില്ല. മൈക്ക് കെട്ടി പറഞ്ഞാൽ തിരിച്ചാവും, തിരിച്ചടിയാവും, അത് കേരളത്തിൽ മുഴുവൻ ചർച്ചയാവും, പ്രശ്നമാവും, അതിന് പിന്നോട്ട് പോകേണ്ടി വരും. അതോടുകൂടി എന്താവും, ഈ പറഞ്ഞ സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടില്ലേ? അതിന് ഈ പറയുന്ന UDF നിന്ന് കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ CPI എന്താ മൈക്ക് കെട്ടി പറഞ്ഞു, നാട്ടുകാർ മുഴുവൻ പറഞ്ഞു, കേരളത്തിൽ ചർച്ചയായി, വോട്ടും കൂടെ പോയി. നോക്കൂ, ഹിന്ദു ഐക്യവേദി, ശശികല, RV ബാബു അടക്കമുള്ള ആളുകൾ മുഖ്യമന്ത്രിയെ പോയി കാണുന്നു. ഇത് പിണറായി വിജയന്റെ കാലത്താണെങ്കിൽ ആദ്യം അതിനെതിരെ ശബ്ദം ഉയർത്താൻ പോകുന്നത് ആരാണെന്ന് അറിയാമോ? CPI ആണ്. അന്ന് വൈകുന്നേരം CPIയുടെ പ്രസ്താവന വരും. പക്ഷേ മുസ്ലിം ലീഗിന്റെ എവിടെ ശശികല ഒന്നും പോയി കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അല്ല, ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ ശശികല പോയി നിവേദനം കൊടുത്തതായിട്ട് ഒരു ഓർമ്മയില്ല പിണറായി വിജയന്റെ കാര്യത്തിൽ. RV ബാബു പോയിട്ടുണ്ട്. RV ബാബു നമ്മൾ ടെലിവിഷൻ ശശികല വിളിക്കുന്നില്ലല്ലോ. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ നമ്മൾ ഹിന്ദു ഐക്യവേദിയിലെ മുഴുവൻ നേതാക്കളെ നമ്മൾ തിരസ്കരിച്ചിട്ടില്ലല്ലോ. ശശികല പോലുള്ള ആൾക്കാരല്ലേ നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്നത്. അവിടെയാണ് ശശികല പോലുള്ളവരുടെ സാന്നിധ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടാവുന്നു. ആർക്കും പ്രതികരിക്കണ്ടല്ലോ, ആർക്കും പ്രതികരിക്കണ്ടല്ലോ. CPIക്ക് പ്രതികരിക്കണ്ട. അജിത് കുമാർ പൂരങ്ങളൊക്കെ ഇപ്പോൾ അജിത് കുമാർ അതേ സ്ഥാനത്ത് തുടരുന്നു. CPIക്ക് പ്രതിഷേധമില്ല, മുണ്ടാട്ടമില്ല. പ്രതിപക്ഷത്തിൽ പിളർപ്പോ എന്നുള്ളതായിരുന്നു ചോദ്യം. രണ്ടുപേർ യെസ്, രണ്ടുപേർ നോ. Meet the editors.